ാണ് ഒരുമിച്ച് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29 വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29 വാക്യമാണ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ആത്മീക ദൂതുകൾ എൻ്റെ പഠനമുറിയിൽ എൻ്റെ പ്രാർത്ഥനാ വേളയിൽ ദൈവാത്മാവ് പ്രകാശിപ്പിച്ചത് നിങ്ങൾക്ക് പകർന്നു തരാനാണ് ആഗ്രഹിക്കുന്നത്. ഫിലദൽഫിയയിൽ ഈ കൺവെൻഷനിൽ വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ എൻ്റെ ആത്മസ്നേഹിതർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആൻറ്റിമാരും ഒക്കെയുണ്ട്, അങ്കിളുമാരുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, കുഞ്ഞനുജത്തിമാർ ധാരാളം പേരുണ്ട്. ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നവരൊത്തിരി പേരുണ്ട്. അവരെല്ലാവരുടെയും മുൻപാകെ ഈ വർഷവും ഒരു പാൻഡമിക് പീരീഡ് കഴിഞ്ഞിട്ടും നമുക്കൊരുമിച്ച് കൂടാൻ ദൈവം കൃപ ചെയ്തു. ചിലരൊക്കെ നമുക്ക് മുൻപേ യാത്രയായി. അവരുമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഴയടുപ്പം നമുക്ക് മറക്കാനാവില്ല. ഇമ്പങ്ങളുടെ തീരത്ത് നമ്മൾ വിശ്രമിക്കുന്നു. ജോസ് പാടിയതുപോലെ ചേർന്നിടും നാം വേഗം അവരോടൊപ്പം. പക്ഷേ അതിനു മുൻപ് കുറേ നാളുകളുടെ ദൈവം നമ്മെ ഇഹപരത്തിലാക്കിയിരിക്കുമ്പോൾ ദൗത്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഫിലദൽഫിയയുടെ എല്ലാ വർഷവും കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്. എനിക്ക് പ്രഭാഷണ വേദി ഒരുക്കാൻ പ്രിയ ബേബി സാറ് കാണിക്കുന്ന മനസ്സ് വളരെയാണ്. കാരണം കോട്ടയം ജില്ലയിലെ ഏറ്റവും മഹത്തായൊരു ആത്മീയ സംഗമമാണ് ഫിലദൽഫിയ. ഞാനതെല്ലായിടത്തും പറയാറുള്ള കാര്യവും. ഈ വേദിയിൽ പ്രസംഗിക്കുക എന്നുള്ളത് സകല പ്രസംഗകരുടെയും ഒരു സ്വപ്നമാണ്. ഈ വേദി പല പ്രസംഗകരുടെയും ഒരു സ്വപ്ന തട്ടകമാണ്. അതിനകത്ത് എല്ലാ വർഷവും നിൽക്കാൻ ഭാഗ്യമുണ്ടാവുക അത് വളരെ സന്തോഷമാണ്. സാധുവായി എനിക്ക് അങ്ങനൊരു അവസരം കുറേയേറെ കൺവെൻഷനിൽ എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു അവാർഡൊക്കെ തരാൻ നേരമായി. പ്രൈസ് ദി ലോർഡ്. പന്നില്ലേ പിന്നെ ചോദിച്ചു വാങ്ങിക്കണമല്ലോ. ഇത്രയേറെ കൺവെൻഷനിൽ ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷനിൽ ഒരാൾ തന്നെ ഇത്രയും വർഷങ്ങൾ തുടർമാനമായി പ്രസംഗിക്കുക. അപ്പോൾ പിന്നെ ഈ മാലയിട്ടാലൊന്നും പറ്റത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് തരണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് നേരമായി അത്രയും ദീർഘമായ ഒരു ബന്ധമാണ്, ആത്മബന്ധമാണ് ഫിലദൽഫിയയുമായിട്ട് എനിക്കുള്ളത്. ഇതിലെ എല്ലാ പാസ്റ്റേഴ്സും എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞനുജന്മാരായിട്ടൊക്കെ ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. അതോർത്ത കർത്താവിന് സ്തോത്രം ചെയ്യും. തുടർന്നുള്ള നേരം ലിജി പാടി എൻ്റെ 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പം മുൻപോട്ട് ലിജി എൻ്റെ പ്രസംഗത്തിൻ്റെ സമയം എടുത്തതും കൂടെ ഞാൻ മുൻപോട്ട് പ്രസംഗിക്കും. സന്തോഷമാണോ? അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫൈൻ എന്ന നിലയിൽ ലിജി ഒടുവിലൊരു പാട്ടും കൂടെ പാടും. അപ്പോൾ കാര്യം അങ്ങനെ അങ്ങോട്ട് പൂരിപ്പിക്കാനായിട്ട് പറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനങ്ങളുടെ രാജാവാണ്. പഠിച്ചു തുടങ്ങുകയാണ്. ഉപദേഷ്ടാവിൻ്റെ മേൽ ദൈവം പകർന്നിട്ടുള്ള അഭിഷേകം, അപ്പോൾ തന്നെ ഒരു പ്രസംഗകന്റെ മേൽ ദൈവം പകർന്നിട്ടുള്ള അഭിഷേകം. രണ്ടഭിഷേകത്തെ തമ്മിൽ താരതമ്യം ചെയ്യണം. വ്യത്യാസം മനസ്സിലായോ? ഉപദേഷ്ടാവിൻ്റെ മേൽ പകർന്നിട്ടുള്ള അഭിഷേകം വചനത്തെ പഠിപ്പിക്കുക എന്നതാണ്. പ്രസംഗകന്റെ മേൽ പകർന്നിട്ടുള്ള അഭിഷേകം അനസ്യൂത പ്രവാഹമായി തിരുവചനത്തെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുക എന്നതാണ്. ഇപ്പം ഈ രണ്ട് അഭിഷേകത്തെയും സമന്വയിപ്പിക്കുകയാണ്, സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നൊരു ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ ചെയ്യാൻ എനിക്ക് നിയോഗം നൽകിയിട്ടുള്ളൂ. ദൈവാത്മാവ് ഇന്ന് പകൽ മുഴുവനും ഞാൻ കുറേ സമയങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്നു. ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു ബോധ്യമുണ്ട്. വചനം പഠിപ്പിക്കണം, ജനത്തെ വചനം പ്രസംഗിച്ച് കേൾപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉപദേഷ്ടാവിൻ്റെ മേൽ പകർന്ന അഭിഷേകവും പ്രസംഗകന്റെ മേൽ പകർന്ന അഭിഷേകവും രണ്ടും കൂടി ഒരുമിച്ച് സമന്വയിക്കപ്പെടുമ്പോൾ ചിലത് കുറിച്ചെടുത്ത് പഠിക്കാൻ, ചിലത് കേട്ട് സന്തോഷിക്കാൻ കാരണമാകും. സന്തോഷമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു പഠിതാവിൻ്റെ മനസ്സോട്, ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോട്, ഒരു ക്ലാസ് മുറിയിലിരിക്കുന്ന അച്ചടക്കത്തോടുകൂടെ കേൾക്കാനും പഠിക്കാനും കുറിക്കാനും സന്തോഷിപ്പാനും നിങ്ങൾക്കിടയാകട്ടെ. കഴിഞ്ഞ 2 രാത്രിയിലെയും സന്ദേശം ഭാഗികമായിട്ടൊക്കെ കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി. സമയമില്ലാതിരുന്നിട്ട് കൂടെ ഞാൻ ചില സന്ദേശങ്ങൾ, ആ 2 സന്ദേശങ്ങളും എൻ്റെ ആത്മസ്നേഹിതരാണ്, എന്നോടൊപ്പം സഹയാത്രികരാണ് പ്രഭാഷണ ശുശ്രൂഷയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ സന്ദേശം കേൾക്കാതിരിക്കാൻ പറ്റില്ല. രണ്ടും ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കേൾക്കുകയുണ്ടായി. അതിൻ്റെ ആകത്തുക എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈടുറ്റ സന്ദേശം സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്യുവാൻ ഈ രാത്രിയിൽ ചില ആലോചനകൾ കൊലോസ്യ ലേഖനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കുറിച്ചുകൊള്ളണം കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് യുവപ്രതിഭകൾ കുറിച്ചുകൊള്ളണം കാര്യങ്ങൾ വ്യക്തമായി. ലേഖനമാണ് എൻ്റെ തട്ടകമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഫിലദൽഫിയയിൽ പ്രസംഗിച്ചിട്ടുള്ളതെല്ലാം ലേഖനങ്ങൾ തന്നെയാണ്. ഇന്ന് ഞാൻ കൊലോസ്യ ലേഖനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് ഹൈ ക്രിസ്റ്റോളജിയുടെ ലേഖനമാണ്, ഉന്നത ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ലേഖനമാണ്.
പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആ പ്രയോഗം ഓർത്തിരിക്കണം. ആംഗലേയത്തിലെ ആ പ്രയോഗം ഓർത്തിരിക്കണം. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഉന്നത ക്രിസ്തു വിജ്ഞാനീയം എന്നുള്ളതാണ്. ഉന്നത ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ നിരവധി വാക്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ നേരമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, കുറിക്കാൻ വേണ്ടി കാര്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം ചില വാക്യങ്ങളെ പറയാം. ഹൈ ക്രിസ്റ്റോളജിയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ചില വാക്യങ്ങളുടെ ഒരു കളക്ഷൻ തരം അതിനെ കുറിച്ചുകൊള്ളണം. പുറത്തുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്, കുറിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ കുറിക്കാനൊക്കെ പറയുന്നത് ആ വിഷയം അത്ര ആധികാരികതയും ഈടുറ്റതും കാമ്പുള്ളതും കഴമ്പുള്ളതുമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് കൊള്ളാമായിരുന്നു കൊള്ളില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞു പോകരുത്. വിഷയത്തെ അതിൻ്റേതായിരിക്കുന്ന നിലയിൽ ക്രമീകൃതമായിട്ട് തരുമ്പോൾ ഏറ്റെടുത്ത് അതിനെ തുടർ പഠനം നടത്താൻ നിങ്ങൾക്ക് കഴിയണം. വചനപഠനത്തിൻ്റെ അഭാവം നമ്മുടെ ആത്മീക ജീവിതത്തിലെ പാപ്പരത്വത്തിലേക്ക് വഴിതെളിക്കും. അത് വരാതിരിക്കേണ്ടതിന് വചനം പഠിക്കാനുള്ള സമയമായി ബാക്കി നമുക്ക് ഉപയോഗിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനം കൊണ്ട് രാജാവാണ്. അത് ഹൈ ക്രിസ്റ്റോളജിയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ഉന്നതമായ ഒരു ലിഖിതമാണ് എന്നറിയണം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ വേഗമെന്ന് കുറിച്ചോണം. യശയാപ്രവചനം 52-53 വാക്യം പഴയ നിയമത്തിലെ ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗമാണ്. യശയാപ്രവചനം 52-53 അധ്യായങ്ങൾ. അത് ഹൈ ക്രിസ്റ്റോളജിയാണ്. ക്രിസ്തുവിൻ്റെ തിരുവവതാരം, പരമയാഗം, ഇതെല്ലാം നന്നായിട്ട് ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹീതമായ 2 അധ്യായങ്ങൾ. യശയാപ്രവചനം 52-53 അധ്യായങ്ങൾ. ഓക്കെ, ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വേദഭാഗം ഹൈ ക്രിസ്റ്റോളജി. സകല ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വത്തിനും മീതെ അല്ല, അത്യന്തം മീതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ തന്നെ ഉയർത്തിയിരിക്കുന്നു. സകലതും അവൻ്റെ കാൽ കീഴയാക്കി, സകലത്തിനും മീതെ അവനെ തലയാക്കി, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായി സഭയ്ക്ക് അവനെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ അക്ഷരം കൊണ്ടങ്ങ് വരച്ച് കാട്ടുകയാണ് പൗലോസ്. എഫെസ്യ ലേഖനം 1:20 മുതൽ 23 വരെ ആ വാക്യത്തിൻ്റെ ഭാഗത്തിന് കൊടുക്കേണ്ടത് ഹൈ ക്രിസ്റ്റോളജി എന്ന് തന്നെയാണ്. ഉന്നത ക്രിസ്തു വിജ്ഞാനിയും, ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ക്രിസ്തുവിൻ്റെ ഉത്തുംഗ പ്രതാപം, അതാണ് എഫെസ്യ ലേഖനത്തിലെ 1:20 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. അടുത്ത വാക്യം എഴുതണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ ഹൈ ക്രിസ്റ്റോളജിയാണ്. ആ വാക്യഭാഗത്തെ രണ്ടായി ഞാൻ തിരിക്കുകയാണ്, രണ്ടായി തിരിക്കുന്നു. 6 മുതൽ 8 വരെയുള്ള വേദഭാഗം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ്. 6 മുതൽ 8 വരെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. കുറ്റമില്ലാത്തവൻ, ആക്ഷേപമില്ലാത്തവൻ, ഒരു ദോഷവും ആർക്കും ചൂണ്ടിക്കാട്ടാനില്ലാത്ത വിധം 33.5 വർഷം ഈ പാർത്തലത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഒരുമി ഉരഞ്ഞു നടന്നു. എന്നിട്ടും ആർക്കും ഒരു തിന്മയും പറയാനില്ലായിരുന്നു. കണ്ടോ, പുരുഷന്മാർ ധാരാളമുണ്ടായിരുന്നു, കുട്ടികൾ ധാരാളമുണ്ടായിരുന്നു. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാവുന്ന മഗ്ദലക്കാരത്തി മറിയ, മറ്റേ മറിയ, അങ്ങനെ ഒത്തിരി സഹോദരിമാർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മഗ്ദല മറിയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അവസാന വാക്കാണ്. നിറം കൊണ്ടും തിറം കൊണ്ടും ശരീരത്തിൻ്റെ പുഷ്ടി കൊണ്ടും ഒക്കെ വളരെ മനോഹരമായ ഒരു പ്രകൃതം. അവരൊക്കെ യേശുവിൻ്റെ ടീമിലുണ്ടായിരുന്നു. പക്ഷേ വിസ്താര മണ്ഡപത്തിൽ റോമൻ പ്രൊക്കുറേറ്ററായിരുന്ന പീലാത്തോസിൻ്റെ പ്രിട്ടോറിയത്തിൽ കയറ്റി നിർത്തി ഇവൻ ചെയ്ത കുറ്റമെന്തെന്ന് പരസ്യമായി ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്ത്രീ സംബന്ധമായി എന്നെ യേശുവിനെ കുറിച്ച് ഒരു തിന്മയും പറയാൻ ഒരുത്തനും നെഞ്ചുറപ്പുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ യേശുവിൻ്റെ മഹത്വം. പ്രൈസ് ദ ലോർഡ്. സാമ്പത്തികത്തിൻ്റെ കറ പറ്റിയില്ല, മണ്ണിൻ്റെ കറ പറ്റിയില്ല, പെണ്ണിൻ്റെ കറ പറ്റിയില്ല, ആണിൻ്റെ കറ പറ്റിയില്ല. കണ്ടോ, യാതൊരു വിധത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് എതിരെ നിന്നിട്ടില്ല, ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടില്ല. പിതാവേൽപ്പിച്ച മഹത്തായ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ ഒരു ദോഷവും പറ്റാത്ത ഒരു പ്രകൃതം. അതുകൊണ്ട് 6-ാം വാക്യം മുതൽ 8-ാമത് വാക്യം വരെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമെന്ന് പറയുന്നത്. ഇനി കേൾക്കണം, 9 മുതൽ 11 വരെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. ദൈവദാസന്മാരതിനെ ശ്രദ്ധിച്ചു കേൾക്കണം. 9 മുതൽ 11 വരെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. യേശുവെന്ന് പറഞ്ഞാൽ ബത്ലഹേമിൽ തുടങ്ങിയിട്ട് അങ്ങ് ഗോൽഗോഥയിൽ അവസാനിച്ചൊരു പ്രകൃതമല്ല, ഒരാളത്വമല്ലെന്നറിയണം. ഓഡിറ്റോറിയത്തിന് പുറത്തന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ടാകാം. ക്രൈസ്തവ സന്ദേശത്തോട് ആഭിമുഖ്യമുള്ള, ഇതെന്തെന്നറിയാൻ കൗതുകമുള്ള, വർഷാവർഷം നടക്കുന്ന ഈ കൺവെൻഷനിലൂടെ കേൾക്കപ്പെടുന്ന ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ അകതാരിൽ ആഗ്രഹമുള്ള നിരവധി ആളുകൾ ഉണ്ടാകാം. സുഹൃത്തെ, താങ്കളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുക,
ഇതിനകത്ത് ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരും രക്ഷാനിർണയം പ്രാപിച്ച ക്രിസ്തു യേശുവിന്റെ പുനരാഗമനത്തിൽ സമാഗമിക്കേണ്ടതിനുള്ള താല്പര്യത്തോടിരിക്കുന്നവര്, വേദപുസ്തകം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തിന്റെ ആധികാരികമായിരിക്കുന്ന ഉപദേശ സംഹിതകളിൽ നിന്ന് പിഴവ് പറ്റാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവര്, അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കുന്നവർ, ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാണ് ഇതിനകത്തുള്ളവരെല്ലാം. എന്നാൽ ആ കൂട്ടത്തിൽ താങ്കളും കൂടെ ആകണം. അതിനുള്ള ഒരേ ഒരു വഴി യേശു മാത്രമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് അക്കാര്യം? ഏക ദൈവമായ, ഏക രക്ഷകനായ, ഏക കർത്താവായ, ഏക അവതാരമായ, ഏക മധ്യസ്ഥനായ, ഏക ആരാധ്യനായ, കണ്ടോ, ഏക നാഥനായ, ഏക യോഗ്യനായ, ഏക പരിശുദ്ധനായ, ഏക ന്യായാധിപനായ. അങ്ങനെ യേശുവുമായി ചേർത്ത് പറയുമ്പോൾ ഏക 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 എന്ന് ചേർത്തേ പറയാൻ പറ്റുള്ളൂ. ആരാണ്ടരെയൊക്കെ കൂട്ടത്തിൽ തിളക്കമുള്ള ഒരാളല്ല യേശു. എല്ലാവരെക്കാൾ യോഗ്യനായവൻ യേശു മാത്രമാണ്. ഒത്തിരി ദൈവങ്ങളുടെ ഇടയിലൊരു ദൈവമല്ല യേശു. യേശു മാത്രം ഏക ദൈവമാണ്. ഒത്തിരി കർത്താക്കന്മാരുടെ ഇടയിൽ ഒരു കർത്താവല്ല യേശു. യേശു മാത്രം ഏക കർത്താവാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഞാൻ സുവിശേഷത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു യേശുവിലൂടെ മാത്രമേ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ആത്മീയ ജീവിതം ഫലപ്രാപ്തിയിലേക്ക് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുവിനെ നിരുപാധികം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടിയ ഹൈ ക്രിസ്റ്റോളജിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം യേശു സാക്ഷാൽ സത്യതയും ആ ദൈവത്വത്തിന്റെ മഹത്വമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ പറയുന്നത്. അടുത്ത് കേൾക്കണം. ഹൈ ക്രിസ്റ്റോളജിയുടെ അടുത്ത വേദഭാഗം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗമാണ്. തത്വത്തിന്റെ മുദ്രയും ദൈവത്തിന്റെ പ്രതിമയും അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ പ്രതിമയും ഒക്കെയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന വിവരണം, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി ഉയർത്തപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം ഹൈ ക്രിസ്റ്റോളജിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊന്നും മറന്നു പോകരുത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ സങ്കീർത്തനത്തിലെ വാക്യം മാത്രം വായിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന വിശ്വാസികളുണ്ട്. മനസ്സിലായി? ലേഖനത്തിലേക്ക് ഇറങ്ങത്തേയില്ല, ലേഖന ഭാഗങ്ങളിലേക്ക് ധ്യാനമില്ല, ലേഖനങ്ങളെ വായിക്കാറില്ല, ലേഖനങ്ങളെ പഠിക്കാൻ ശ്രമിക്കാറില്ല, ലേഖന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ തൊടുക പോലുമില്ല. അങ്ങനെയുള്ളവരുടെ ആത്മീയ ജീവിതം വല്ലാത്ത പാപ്പരത്വത്തിലേക്ക് വരും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടിയ ലേഖനങ്ങൾ നിറഞ്ഞു മുഴച്ച് മുറ്റി നിൽക്കുന്ന ക്രിസ്തു പരിജ്ഞാനത്തെ ഞാൻ വെളിപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം. അടുത്തത് ഹൈ ക്രിസ്റ്റോളജിയുടെ വേറൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിലെ അനുഗ്രഹീതമായ വാക്യം. അത് ഒന്ന് ശ്രദ്ധിച്ചോണം. എൻ്റെ പാഠഭാഗം അതായതുകൊണ്ട് അവിടെ നിന്ന് ശാന്തമായി ചില കാര്യങ്ങൾ വേഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വേദഭാഗം ഹൈ ക്രിസ്റ്റോളജിയാണ്. മറക്കരുത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യം. 1-13 മുതൽ 22 വരെ. ഇതൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. ഇത്രയും വാക്യങ്ങളെല്ലാം കൂടെ വായിപ്പിക്കാൻ നിന്നാൽ സമയം എപ്പോഴാകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വേഗേന പറയുന്നത്, മിന്നൽ വേഗേന പറയുന്നത്. ശ്രദ്ധിച്ചു കൊള്ളണം. 13-ാം വാക്യം മുതൽ 22-ാമത് വാക്യം വരെ വേദപുസ്തകം കയ്യിലുള്ളവർ തുറന്നു വെച്ചൊന്ന് നോക്കിക്കേ. ഓരോ വാക്യത്തിലും അടക്കം ചെയ്തിട്ടുള്ള ക്രിസ്തു പരിജ്ഞാനത്തിന്റെ, ക്രിസ്തു വിവേകത്തിന്റെ, ക്രിസ്തു ദർശനത്തിന്റെ ഔന്നത്യം, ക്രിസ്തുവിന്റെ ഉത്തുംഗ പ്രതാപം, ആ പ്രതാപ ഐശ്വര്യം നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. 13-ാം വാക്യത്തിൽ പറയുന്ന 1-2-3 കാര്യങ്ങളുണ്ട്. ഒറ്റ വാക്യത്തിൽ 1-2-3 കാര്യമുണ്ട്. ഒന്ന്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഈ എഴുതുകയും കേൾക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് സ്വോത്രം പറയാനൊന്നും മറന്നു പോകരുത് ആരും. മനസ്സിലായോ? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. അപ്പൊ ഇരുട്ടിനൊരു അധികാരമുണ്ട്, ഇരുട്ടിനൊരു അധീശത്വമുണ്ട്, ഇരുട്ടിനൊരു ആധിപത്യ വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിൽ നമ്മെ വിടുവിക്കേണ്ടതിന് ലോകത്തിനുണ്ടായിട്ടുള്ള സാധാ രക്ഷകന്മാർക്കൊന്നും പറ്റിയിട്ടില്ല, സാധാരണ കർത്താക്കന്മാർക്ക് പറ്റിയിട്ടില്ല. വിപ്ലവാശയങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ ഉഴുതുമറിച്ച നിരവധി ആളുകളുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമടക്കം വിവിധ ഇസങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും രാഷ്ട്രീയ മീമാംസകളും കൊണ്ട് ജനമനസ്സുകളിൽ വിപ്ലവമുണ്ടാക്കിയ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ അവർക്കാർക്കും ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സാധ്യമാക്കിയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതിൽ സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒട്ടനവധി ദുഷ്ടഭൂത പ്രേത പിശാചുക്കളുടെ ആധിപത്യം, വീണുപോയ ദൂതനും അവന്റെ സംഘവും കൂടി ഒരുമിച്ചുകൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരാധിപത്യ വ്യവസ്ഥിതിയുണ്ട്. ആത്മീയ തലത്തിൽ നീ മുന്നേറ്റം പ്രാപിക്കാതിരിക്കേണ്ടതിന്, എഴുന്നേറ്റം ഉണ്ടാകാതിരിക്കേണ്ടതിന്, ദൈവം ചെയ്യാൻ
നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിന്നെ കൊണ്ട് നിവർത്തിക്കാതിരിക്കേണ്ടതിന്, നീ പാർക്കുന്ന തീരാധാരം എഴുതി കിട്ടിയ ഭൂമികയ്ക്കകത്ത് പാർക്കാതിരിക്കേണ്ടതിന്, നിന്നെ അവിടുന്ന് തുരത്തേണ്ടതിന്, നിന്റെ തലമുറയെ ശിഥിലമാക്കേണ്ടതിന്, ദാമ്പത്യ ബന്ധത്തെ അന്യാധീനമാക്കേണ്ടതിന് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ പാടിയ, അതിന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിയ നാസറേനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് യാത്ര ചെയ്ത് കുന്ന് കയറി മല ഇറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ഒന്നും ഒരു പരിപാടിയും ചെയ്യേണ്ട സുഹൃത്തെ, യേശു വന്ന ഇരുട്ടിന്റെ ശക്തിയെ അധീനമാക്കാൻ കഴിയുന്നവൻ, അതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആ പാദങ്ങളിലേക്കൊന്ന് പ്രണമിക്കാമോ? കർത്താവ് നിന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കും. കേരളത്തിലെ നീതിപാലകർ മുഴുവനും കൂടെ കണ്ണിൽ എണ്ണയുമൊഴിച്ച് കാത്തിരുന്നിട്ടും ഇവിടുത്തെ മദ്യ മാഫിയ സംഘങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും വിളമ്പുന്ന മയക്കുമരുന്നുകളും മറ്റുതര ലഹരി പദാർത്ഥങ്ങളുടെയും വാഹകരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുമ്പോഴും, കൊച്ചുകുഞ്ഞുങ്ങൾ അതിൻ്റെ ഇരകളായി മാറുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ ആകപ്പാടെ പകച്ച് നിൽക്കുകയാണ്. ആരെയെങ്കിലുമൊക്കെ പിടിച്ചാൽ അവനെ അതിനകത്തുനിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ വമ്പൻ താരങ്ങൾ ശുപാർശ ചെയ്യുന്ന ഒരു ഗതികളിലേക്കും കാര്യങ്ങൾ നീങ്ങുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയാനൊരു കാര്യമുണ്ട്. മയക്കുമരുന്നിന്റെ ആ അധികാരം, ലഹരി പദാർത്ഥങ്ങൾ അധികാരം, മദ്യത്തിന്റെ അധികാരം, കുത്തഴിഞ്ഞ ലൈംഗികതയുടെ അധികാരമുണ്ടല്ലോ, ആ കേട്ട് പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അത് വേറെ ആരുമല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനുമായ എന്റെ യേശു മാത്രമാ. അത് വിശ്വസിക്കുന്നവരെ കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. യെസ്, വിടുവിക്കുന്നവനായ കർത്താവ്. എവിടെ നിന്ന് വിടുവിക്കുന്നവൻ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ. വിടുവിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? വിടുവിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുന്നവൻ. അപ്പൊ കർത്താവിന്റെ വിടുതൽ കഴിഞ്ഞ തീർന്നില്ല അവന്റെ ഉത്തരവാദിത്വം. നമ്മെ തന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നു. ആ രാജ്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും വേറെ ലോകം നമ്മൾ കാണുന്നുണ്ട്. ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോഴും വേറെ രാജ്യം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സ്ഥാപകൻ യേശുവാണ്. അതാണ് 13-ാം വാക്യം പറയുന്നത്. തന്നെയാണോ? 13-ാം വാക്യത്തിൽ യേശുവിന് വേറൊരു പേരുണ്ട്, സ്നേഹസ്വരൂപൻ. സ്നേഹത്തിന്റെ സ്വരൂപമുണ്ടോ? ഉണ്ട്. ആ സ്വരൂപമാണ് യേശു. മനസ്സിലായോ? ദൈവസ്നേഹം, ഗോഡ് ഈസ് ലവ് എന്ന് നമുക്കറിയാം. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹത്തിന് സ്വരൂപമുണ്ടോ? ദൈവം ആത്മാവല്ലേ? ദൈവം അരൂപിയല്ലേ? ആ ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദൈവത്തിന്റെ രൂപമാണ് യേശു എന്ന സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുവിനെ വിളിക്കുന്ന പുതിയ നിയമത്തിൽ വേറെ എങ്ങും കാണാത്തൊരു പ്രയോഗം, സ്നേഹസ്വരൂപൻ. അല്ല, ഇങ്ങനെ പറഞ്ഞു നിന്നാൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് അല്പം വേഗത്തിൽ മുൻപോട്ട് പോകാം. 13-ാം വാക്യം വിടുന്നു. 14-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു. അതാണ് 14-ാം വാക്യത്തിലെ ക്രിസ്തു പരിജ്ഞാനത്തിന്റെ ഉന്നതാവസ്ഥ. നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി തിരുവവതാരം ചെയ്ത് പരമയാഗമായി തീർന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ സ്മരിക്കണം എപ്പോഴും കേട്ടോ. കർത്തൃമേശയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ മാത്രമല്ല വീണ്ടെടുപ്പിന്റെ പദ്ധതിയെയും അതിൻ്റെ സംവിധാനത്തെയും ഓർക്കേണ്ടത്. എല്ലാം ഇപ്പോഴും നമ്മുടെ ധ്യാനമാകണം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഗത്സമനയിലെ യേശുവിനെ മറക്കരുത്. പച്ചമണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന യേശു, അവിടെ നിന്ന് പിടിച്ചുകെട്ടി അടിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന യേശുവിനെ മറക്കരുത്. ഒടുവിൽ ഗബ്ബഥായിലെ യേശുവിനെ മറക്കരുത്. അത് മാത്രമല്ല ഗോൽഗോഥായിലെ യേശുവിനെ മറക്കരുത്. ഞാൻ പറഞ്ഞ ഈ 3 ചിന്തകൾ, ഈ 3 സ്ഥലനാമങ്ങൾ മറക്കരുത്. വീണ്ടെടുപ്പുകാരനുമായിട്ടുള്ള ഒരു ആന്തരിക രമ്യതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന 3 സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗത്സമന, ഗബ്ബഥ, ഗോൽഗോഥ. ഗത്സമനയിൽ എന്താ പറ്റിയേ? പിടിക്കപ്പെടുകയായിരുന്നു യേശു. ഗബ്ബഥായിൽ എന്താ പറ്റിയേ? തകർക്കപ്പെടുകയായിരുന്നു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ ഗത്സമനയിൽ പിടിക്കപ്പെട്ടവൻ ഗബ്ബഥായിൽ തകർക്കപ്പെട്ടു, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ടു, പ്രാണനെ വിട്ടു. അതിൻ്റെ അനന്തരഫലമാണ് വീണ്ടെടുപ്പ് സാധ്യമായത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മരിച്ചതുകൊണ്ട് മാത്രമായില്ല, മരണത്തെയും പാതാളത്തെയും സമസ്തമായിരിക്കുന്ന അതീശത്തെ ശക്തികളെയും ജയിച്ചുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് വീണ്ടെടുപ്പ് സാധ്യമായി മാറിയത്. അതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്ന വാക്യമാണ്
14-ാമത് വാക്യം. 15-ാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നു വേറൊരു ഭാവത്തിലും രൂപത്തിലും. എന്താ? ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു, ദ ഇമേജ് ഓഫ് ഗാഡ് എന്നുള്ളത്. സത്യദൈവം എന്താണ്? ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ സ്വഭാവം, മഹിമകൾ എല്ലാം കൂടി ഒരുമിച്ച് ആവാഹിക്കപ്പെട്ടിരിക്കുന്ന ഒരാളത്വമായി യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. 15-ാമത് വാക്യം, ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു. 16-ാം വാക്യം പിന്നെയും ശ്രദ്ധേയമാണ്. 16-ാം വാക്യത്തിൽ പറയുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ലെന്ന് യോഹന്നാൻ പറയുന്നതിനെ അങ്ങ് വിശദീകരിക്കുകയാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനാലാണ്, അവൻ മുഖാന്തരമാ, അവന് വേണ്ടിയാണ്. കണ്ടോ? അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ യേശു ആരാന്നറിയാമോ? സർവ സൃഷ്ടിതാവാണ്, എല്ലാറ്റിൻ്റെയും സൃഷ്ടിതാവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശാസ്ത്രത്തിന്റെ സിലബസ് പറയുന്നത് എങ്ങനെങ്ങാണ്ടൊക്കെ ഇതുണ്ടായെന്ന്. ഇതൊക്കെ ഉണ്ടായതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ കിട്ടത്തില്ലെന്ന്. എങ്ങനോ ഉണ്ടായി എന്ന് പറയുമ്പോൾ സകലതും സൃഷ്ടിച്ചത് കർത്താവാണെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിലെ കൊലോസ്യ ലേഖനം 1:16 അത് നമുക്ക് നന്നായി വിവരിച്ചു തരികയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊരു കാര്യം പറയാം. യേശുവിന് വേണ്ടി പാടാനും പ്രസംഗിക്കാനും ഇറങ്ങുന്ന ചുമ്മാ ഒരു ആവേശത്തിലല്ല, ഇതിനകത്ത് ആധികാരികത ഉള്ളത് കൊണ്ടാണ്, ഇത് യാഥാർത്ഥ്യമായത് കൊണ്ടാണ്. പിഴവ് പറ്റിയ ജനതയല്ല ഇവിടെ ഇരിക്കുന്നത്, യാഥാർത്ഥ്യങ്ങൾ ഏറ്റെടുത്ത് ഇത് അനുഭവമായവരാണ്. അത് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനാണ് സകലത്തിന്റെയും സൃഷ്ടിതാവ് എന്നുള്ളത് 16-ാം വാക്യത്തിൽ പറയുന്നു. 17-ാമത് വാക്യം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നേരമില്ലാതെ വരും. 17-ാമത് വാക്യത്തിൽ 2 പ്രധാന ചിന്തകൾ സകല പാസ്റ്റേഴ്സും ഓർത്തിരിക്കണം, പ്രസംഗകരെല്ലാവരും നിന്ന് മേയാൻ കൊള്ളാവുന്നൊരു വാക്യമാണ് കൊലോസ്യ ലേഖനം 1:17-ാമത് വാക്യം. അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. കണ്ടോ? സർവ്വത്തിനു മുൻപേ ഉണ്ടായവനെന്നല്ല, സർവ്വത്തിനു മുൻപേ ഉണ്ടാക്കപ്പെട്ടവനെന്നുമല്ല, സർവ്വത്തിനു മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആ ഭംഗി നോക്കണം ഭാഷയുടെ. ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഉണ്ടാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരംഭമായേനെ. ആരംഭമുള്ളതിന് അവസാനമുണ്ട്. പക്ഷെ ആരംഭത്തിനും അവസാനത്തിനും അതീതമായി എൻ്റെ യേശുവിന് ഒരാളത്വമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് തിയോളജിയനായി യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കണ്ടോ? ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തത്. ചുരുക്കത്തിൽ അത് യേശുവാണെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഹൈ ക്രിസ്റ്റോളജിയായി പരിഗണിക്കേണ്ട വേദഭാഗം തന്നെയാണ് എന്ന കാര്യം അടിക്കുറിപ്പായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യോഹന്നാൻ പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനകത്തും നിത്യത്വമാണ് വ്യക്തമാക്കുന്നത്. യേശു ഇന്നലെ ഉണ്ടായതല്ല, യേശു അവസാനിച്ചു പോയ യാഥാർത്ഥ്യമല്ല, യേശു ഉള്ളവനാണ്, എന്നേക്കും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. കേൾക്കണേ, ദൈവശാസ്ത്രപരമായി ചിന്ത പറയാം. നമുക്കൊക്കെ ഇന്നലകൾ ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഇന്നുകളുണ്ട്, നാളെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളുടെ കുരുക്കിനിടയിലും നാളുകൾ വരാനിരിക്കുന്ന ആശങ്കകൾക്കിടയിലും കുരുങ്ങി നിൽക്കുന്നവനല്ല. യേശു ഏക നിത്യ വർത്തമാനത്തിൽ ജീവിക്കുന്നവനാണ്. ഏക നിത്യ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇന്നലകളോ ഇന്നുകളോ നാളുകളുടെയോ കുരുക്കില്ലാതെ അങ്ങനെ നിലകൊള്ളുന്നവൻ. എബ്രായ ലേഖനകാരൻ പറയുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ. അതുകൊണ്ട് യേശു നിത്യനാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ പാമ്പാടി കേൾക്കണം ഒരു കാര്യം, ജനനത്തിനും മരണത്തിനും അതീതനായ യേശു. മനസ്സിലാകുന്നുണ്ടോ? തുടക്കത്തിനും ഒടുക്കത്തിനും അതീതനായ യേശു. മലയാളിക്ക്, പ്രബുദ്ധ മലയാളിക്ക് മനസ്സിലാകാൻ പറ്റിയ ഒരു ഭാഷാ പ്രയോഗം ഞാൻ പറയാം. ജയന്തിക്കും സമാധിക്കും അതീതനായ യേശു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ ദൈവത്വത്തിന്റെ ഉജ്ജ്വലാവസ്ഥ എന്നറിയണം. അതാണ് കൊലോസ്യ ലേഖനം 1:17 പറയുന്നവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. അടുത്ത കേൾക്കണം, അടുത്ത പ്രയോഗമാ സർവ്വത്തിനും ആധാരമായവൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? യേശു സർവ്വത്തിനും ആധാരമാ. എൻ്റെ ആയുസിൻ്റെ ആധാരമാ കർത്താവ്. കേട്ടോ, ഞാൻ എപ്പോഴാ വെള്ള പുതച്ച് കിടക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്ന എൻ്റെ കുടുംബ ഡോക്ടറല്ല. നിംസോ, കിംസോ, മിംസോ, ആസ്റ്റർ മെഡിസിറ്റിയോ, സ്ലീവ മെഡിസിറ്റിയോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ, അല്ലെങ്കിൽ സാധാരണ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോ ഒന്നുമല്ല എൻ്റെ ആയുസ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ആയുസിൻ്റെ ആധാരം ഈ കർത്താവിൻ്റെ കയ്യിൽ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ആയുസിൻ്റെ ആധാരം. കൊറോണ വന്ന് പലരെയും കൊണ്ടുപോയിട്ടും ഇരിക്കുന്നില്ലേ പല പിതാക്കന്മാർ, അപ്പച്ചന്മാർ. ഇന്ന് രാത്രിയിൽ പ്രിയ പിതാവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നരച്ച തലയുള്ള ഒത്തിരി അപ്പച്ചന്മാർ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ വാക്യം എൻ്റെ ആ മനസ്സിലേക്ക് ആഴത്തിൽ അങ്ങ് ഉറപ്പിക്കാൻ കാരണമായി. കാരണം നമ്മുടെ ആയുസിൻ്റെ
ആയുസിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. തീർന്നുപോയി, ഇനി അവൻ ഇല്ല, ഇനി അവൾ എഴുന്നേക്കത്തില്ല, ഇനി യോഗത്തിന് വരത്തില്ല, ഈ കൺവെൻഷന് കൂടത്തില്ലെന്നൊക്കെ സാത്താൻ കാതിൽ കിന്നരിച്ചത്. പക്ഷേ ഇന്ന് രാത്രിയിലും ആരുടെയും സഹായമില്ലാതെ ഇവിടെ വരാൻ കഴിഞ്ഞത് ആയുസിന്റെ ആരോഗ്യം കർത്താവിന്റെ കയ്യിലാണ് എന്നതുകൊണ്ട് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ ആയുസിന്റെ ആധാരം, ആയുസിന്റെ ആധാരം മാത്രമല്ല, ശ്രദ്ധിച്ചോണേ, നമ്മുടെ ആഹാരത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. ഈ അടുത്ത സമയത്ത് എങ്ങനെ പട്ടിണി കിടന്നാണ്ട് ഓർക്കുന്നുണ്ടോ വെച്ചാൽ? അടുത്ത സമയത്ത് കഞ്ഞി ഇല്ലാതിരുന്നിട്ടുണ്ടോ? ചപ്പാത്തി ഇല്ലാതിരുന്നുണ്ടോ? ചപ്പാത്തിയുടെ കൂടെ ചിലപ്പോൾ ചിക്കൻ ഇല്ലാതെ പോയെന്നിരിക്കാം. പക്ഷേ അത്യാവശ്യം ഒരു ചപ്പാത്തി എങ്കിലും ചുരുട്ടി കഴിക്കാൻ ഉണ്ടായിരുന്നോ? കാരണം ആഹാരത്തിൻ്റെത് കർത്താവിന്റെ കയ്യിലാണെന്ന്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? 5-6 കറിയെല്ലാം കൂടെ വിളമ്പി ചോറ് കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ചോറുണ്ടായിരുന്നല്ലോ, കഞ്ഞി ഉണ്ടായിരുന്നല്ലോ, കഴിക്കാൻ ഒരു നേരം പോലും വിശപ്പറിയാതെ കുഞ്ഞുങ്ങളെ പുലർത്താൻ കഴിഞ്ഞിട്ടില്ലേ? കാരണം നമ്മുടെ ആഹാരത്തിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. നീ പട്ടിണി കിടക്കാതെ പുലർത്താൻ കഴിയുന്ന, കൊറോണ വന്നിട്ട് എത്രയോ പേര് വല്ലാതെ ആശങ്കപ്പെട്ടു. പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മുടക്കമില്ലാതെ നടത്തിയ ഒരുവനുണ്ട്. ആധാരം കയ്യിലുള്ളവൻ, ഇനിയും നടത്താൻ അവൻ കരുത്തുള്ളവന്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആയുസ്സും ആഹാരവും ഹസ്തികവും മമ്മിമാർക്കും പപ്പമാർക്കും സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ആശങ്ക മാറുന്ന ഒരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞിട്ട് ആ വാക്യം വിടാം. നൊന്തുപെറ്റ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം ഈ കർത്താവിന്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുഞ്ഞ് അന്യാധീനപ്പെടുമെന്നും അതുവഴി ഇതുവഴി ഇല്ലാതെയായി പോകുമെന്നും, കേരളത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ മാത്രം കറങ്ങുള്ളവൻ ഓട്ടോ ഓടിക്കാനും ടാപ്പിങ്ങുകാരനായിട്ടും അല്ലെങ്കിൽ തടി ചുമക്കാനും കല്ല് ചുമക്കാനും പാടത്തും പറമ്പത്തും പണിയെടുക്കാനും പോകുകയുള്ളൂ, ഉന്നതി ഉണ്ടാകത്തില്ലെന്ന് ആശങ്കപ്പെടുന്നവരുണ്ടാകും. ഓട്ടോ ഓടിക്കുന്നത്, ടാപ്പിംഗ് നടത്തുന്നതൊന്നും കുറ്റമല്ല. അതൊക്കെ ചെയ്താൽ നമ്മൾ കുഞ്ഞുങ്ങളെ പുലർത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ നിങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ആ ഓട്ടോയുടെ കീ നിങ്ങളുടെ മകൻ്റെ കയ്യിൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഓട്ടോ ഓടിച്ച് കുഞ്ഞിനെ വളർത്തുമ്പോഴും, റബ്ബർ ടാപ്പ് ചെയ്ത് കുഞ്ഞിനെ വളർത്തുമ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ IAS-കാരും IPS-കാരും വമ്പൻ താരങ്ങളുമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വേദിയിൽ ഇതുപോലെ മൈക്ക് പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗകരായി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ട്. റബ്ബറിന് വട്ടം ചുറ്റി മഞ്ഞുവെള്ളം തോരുന്നതിന് മുമ്പ് മരം കുത്തി കുടുംബത്തെ പുലർത്താൻ ആഗ്രഹിക്കുമ്പോഴും അകതാരൻ്റെ പ്രാർത്ഥന, കർത്താവേ റബ്ബർ കാട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരല്ലേ എന്നുള്ളതാ. ഏറ്റവും മെച്ചമായ നിലകളിലേക്ക് ഉയർത്തണമെന്നുള്ളതാ. പക്ഷേ ആശങ്ക വിട്ടു മാറുന്നില്ല. എൻ്റെ കുഞ്ഞിന് ഇത് പറ്റുമോ? എൻ്റെ കുഞ്ഞിന് മേഘപാളികൾക്ക് മീതെ കൂടെ പറക്കാൻ പറ്റുമോ? ഇന്റർനാഷണൽ എയർപോർട്ട് വഴി എൻ്റെ കുഞ്ഞ് കയറുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഉറപ്പിച്ചു തരാം, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഏറ്റവും മെച്ചമായി ഉയർത്താൻ കഴിയുന്ന, ഏറ്റവും ഉന്നതമായി ഉയർത്താൻ കഴിയുന്ന, ഹല്ലേലൂയ, ഒരു അനുഗ്രഹത്തിലേക്ക് തലമുറയെ ഉയർത്താൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അടങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി ആധാരം കയ്യിലുള്ള കർത്താവുമായിട്ടൊന്ന് ചേർന്നോ? യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾ അന്യാധീനപ്പെടുന്നില്ല. ഞാൻ മമ്മിമാരോട് ചോദ്യം ചോദിച്ചോട്ടെ. ഒത്തിരി പാസ്റ്റർമാർ ഇവിടെ ഇരിപ്പുണ്ട്, ഒത്തിരി പാസ്റ്റർമാരും പിതാക്കന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വാക്യം കണ്ടിട്ടുണ്ടോ? നീ പ്രസവിച്ചത് ആപത്തിനല്ലെന്ന്, നീ പ്രസവിച്ചത് ആപത്തിനല്ലെന്നൊരു വാക്യം കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? നീ പ്രസവിച്ചത് ആപത്തിനല്ല. ആ വാക്യം ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റും? ഒടിഞ്ഞു തകർന്ന് തരിപ്പണമായി പോസ്റ്റ്മോർട്ടം ചെയ്ത നിന്റെ കുഞ്ഞിന്റെ ബോഡിയുടെ മുമ്പിലേക്ക്, അതിന്റെ മേളിലേക്ക് അലച്ചു കെട്ടി വീണ് കരയേണ്ട ഗതികേട് നിനക്ക് വരത്തില്ലെന്ന് ആ വാക്യം പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ജീവനോടിരിക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ മൃതശരീരം കാണേണ്ടി വരികയില്ലെന്നുള്ളൊരു വാക്യമാണതെന്ന് ഈ ജനറൽ കൺവെൻഷനിൽ ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പൊക്കോണം. ഏതെങ്കിലും വിധത്തിൽ നിന്റെ തലമുറയെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന വ്യാപാര ശക്തികളോട് ഇന്ന് രാത്രി പറ, ഞാൻ പ്രസവിച്ചത് ആപത്തിനല്ല. യെസ്, കുഞ്ഞുങ്ങളുടെ ആയുസിന്റെയും അവരുടെ ഭാവിയുടെയും ആധാരം കയ്യിലുള്ള കർത്താവ് പറയുക, നീ പ്രസവിച്ചത് ആപത്തിനല്ല. ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന മമ്മിമാരോട് പപ്പാമാരോട് ഞാൻ പറയാം, നിന്റെ ആൺകുഞ്ഞിനെ കാണാൻ നീ ജയിലിൽ പോകേണ്ട കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ പോകേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ ആധാരം കർത്താവിന്റെ കയ്യിലാണ്. അവൻ ഓടിക്കുന്ന വണ്ടി, അവൻ ഓടിക്കുന്ന ബൈക്ക്, അവൻ ഓടിക്കുന്ന കാർ വേറെ എങ്ങും ചെന്ന് തട്ടിമുട്ടി തകർന്ന് തരിപ്പണമാകത്തില്ല.
അരച്ചുകെട്ടി ബോധം കെട്ട് വീണ് ആ ഹോസ്പിറ്റലിൽ നിന്റെ കുഞ്ഞിവിടെ കിടക്കുന്നതെന്ന് ഓർത്ത് നീ അങ്ങും ഇങ്ങ് പരതേണ്ടി വരികയില്ല. സ്വസ്ഥമായി സമാധാനത്തോടെ സൂര്യമായി വീട്ടിൽ നിന്ന് സ്തോത്രം ചെയ്യ്. നിന്റെ കുഞ്ഞിന്റെ വാഹനത്തെ സൂക്ഷിക്കും കർത്താവ്. കാരണം ആധാരം അവന്റെ കയ്യിലാണ്. തലമുറയുടെ ആധാരം. ഹല്ലേലൂയ. ചെറുപ്പക്കാരനൊരു പയ്യന്റെ മൃതശരീരം ചുമന്നുകൊണ്ട് പോവുക സെമിത്തേരിയിലേക്ക്. കുഴലൂത്തുകാരും വാദ്യോപകരണങ്ങളും വായിച്ച് വിലാപഗാനം പാടി ഇങ്ങനെ പോവുക. ധാരാളം ആളുകളുണ്ട്. എല്ലാവരും തല കുനിച്ചു പിടിച്ച് കണ്ണു തുടച്ച് ഇങ്ങനെ പോകുമ്പോൾ ആ മഞ്ചത്തോട് മുട്ടിയില്ല എന്നുള്ള പരുവത്തിൽ ശാന്തമായി നടന്നു പോകുന്ന ഒരമ്മ. അവൾ വിധവയും കൂടെയാണ്. അവളുടെ മഞ്ചം, അവളുടെ മൃതശരീരം സെമിത്തേരിയിലേക്ക് ചുമക്കേണ്ട മോനാണ് ഇപ്പോൾ മഞ്ചത്തിൽ കിടക്കുന്നത്. ഭർത്താവ് കാലത്തിൽ പൊലിഞ്ഞുപോയി. ഈ മകനെ വളർത്താൻ അവർ വല്ലാതെ പാടുപെട്ടിട്ടുണ്ട്. ഇവൻ പെട്ടെന്ന് മരണപ്പെട്ടു. ആ അമ്മ മകന്റെ മൃതശരീരം കൊണ്ട് സെമിത്തേരിയിലേക്ക് പോവുക. എല്ലാവരും കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് എല്ലാവരും വല്ലാതെ കണ്ണു തുടയ്ക്കുമ്പോൾ ആധാരം കയ്യിലുള്ളവരവനെ വഴിയരികിൽ നിൽപ്പുണ്ടായിരുന്നു. അവനെ മഞ്ചത്തെ തൊട്ടു. അതിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റു. അവനെ പിടിച്ച് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോ. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന്. നിന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ, നിന്റെ കുഞ്ഞിനെ ശക്തീകരിക്കാൻ, നിന്റെ കുഞ്ഞിനെ ബലം പകരാൻ, അവന്റെ ആയുസ്സിനെ ദീർഘമാക്കാൻ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. വിശ്വാസത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ മൃതശരീരം ചുമന്നുകൊണ്ട് നീ സെമിത്തേരിയിലേക്ക് പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണ് തിരുമി അടയ്ക്കട്ടെ. അവർ നമ്മളെ വെള്ളം പുതപ്പിക്കട്ടെ. അവർ നമ്മുടെ ശരീരം ചുമന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് പോകട്ടെ. അതവരുടെ കടമയാ. നീ നൊന്തുപെറ്റ കുഞ്ഞിൻ്റെ മൃതശരീരവുമായി സെമിത്തേരിയിലേക്ക് പോകത്തില്ലെന്ന വാക്യമാ യെശയ്യാപ്രവചനം 65:23 പറയുന്നത്. നീ വൃഥാ അധ്വാനിക്കയില്ല, ആപത്തിനായി പ്രസവിക്കുകയുമില്ല. ആ വാക്യത്തിനായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കുഞ്ഞുങ്ങളെല്ലാം അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഭാവിയിൽ നിവൃത്തിയാകേണ്ട ഒരു പ്രാവചനിക ദൂതാണത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവില്ലാതെ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് വർത്തമാനകാലത്തിലൊരു പ്രസക്തി ഉണ്ട്. വർത്തമാനകാലത്തിൽ യെശയ്യാപ്രവചനം ഹൈ ക്രിസ്റ്റോളജിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് പുതിയ നിയമത്തിന്റെ ഒട്ടനവധി പ്രാവചനിക ദൂതുകളുണ്ട്. യെശയ്യാപ്രവചനം മിശിഹായിക പ്രവചന ദൂതുകൾ ഒത്തിരി ഉള്ള ഒരു സംഗതിയാണ്. ആധാരം കയ്യിലുള്ള കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ തലമുറയെ ഞാൻ കാത്തോളാം, നിന്റെ തലമുറയ്ക്ക് ദോഷം വരാതെ ഞാൻ കാത്തോളാം. അനി ശ്രദ്ധിച്ചേ. മുറ്റമൊക്കെ തൂത്ത് പോകുമ്പോഴേ ചെറുക്കൻ ഓടിക്കുന്ന ബൈക്ക് മുറ്റത്തിരിപ്പുണ്ട്, അവൻ ഓടിക്കുന്ന കാറ് മുറ്റത്തിരിപ്പുണ്ട്, മോൾ ഓടിക്കുന്ന സ്കൂട്ടി മുറ്റത്തിരിപ്പുണ്ട്. ചൂലങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഹാൻഡിൽ പിടിച്ചിട്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോണം. പിള്ളേരിതൊന്നും ചെയ്തില്ല. അവരങ്ങോട്ട് കയറി കീഴിട്ട് സ്വോത്രം കർത്താവേ കാത്തോണെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോവുക. ഇവൻ അതിനകത്തിരുന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നന്നായിട്ട് കാറിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ വാഹനത്തിലിരുന്ന് നന്നായി പ്രാർത്ഥിക്കണം. കാരണം ഇതെത്ര ശ്രദ്ധയോടെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയാലും അശ്രദ്ധമായി വരുന്ന ഒരുവൻ ഉണ്ടാക്കുന്ന ഗ്രഹപ്പഴയുണ്ടല്ലോ, അത് വല്ലാത്തതായിരിക്കും. അതുകൊണ്ട് വാഹനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, കൗമുദി അടക്കമുള്ള സകല പത്രങ്ങളിലും വാഹനാപകടങ്ങളുടെ വാർത്തകൾ നിരന്തരമാണ്. അത് നമ്മുടെ തലമുറയെ ബാധിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചോണം. അവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ആധാരം കയ്യിലുള്ള ഒരുവനുമായി നമ്മുടെ തലമുറയെ ക്ലബ് ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? യുവക്കന്മാരൊക്കെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വാഹനം ഓടിക്കുന്നതിൽ വിദഗ്ധരാണ്, നല്ല ഡ്രൈവിംഗ് സമ്മതിച്ചു മോളെ. നീ മിന്നൽ പോലെ പായുന്നതറിയാം. പക്ഷേ ആ ഹാൻഡിലിൽ ഈ ആധാരം കയ്യിലുള്ളവൻ പിടിച്ചിരിക്കണം. ആ ഹാൻഡിൽ നീ അവൻ്റെ കയ്യിൽ കൊടുക്കണം. ഇടയ്ക്ക് വെട്ടിത്തിരിഞ്ഞ കഥയൊക്കെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറയാറുണ്ടല്ലോ. എൻ്റെ മമ്മി പാമ്പാടി വെച്ച് ഒരുത്തൻ എൻ്റെ നേരെ ഒരു വരവ് വന്നു. ഞാൻ നീ വെട്ടിച്ചൊന്നുമല്ല. നിന്നെ കർത്താവിന് വേണം. കർത്താവിൻ്റെ കൈ പെട്ടെന്ന് അതിനകത്ത് പ്രയോഗിച്ചതാ. നിന്റെ ഡ്രൈവിങ്ങിന്റെ വൈദഗ്ധ്യമല്ലെന്ന്. നീ വെട്ടിച്ച് ഞാൻ വെട്ടിച്ചെന്നൊന്നും പറയല്ലേ. ആധാരം കയ്യിലുള്ളവൻ കൈയേറ്റതാ കാര്യം. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. യെസ്. നിന്റെ കിടക്കാടത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ ആധാരം കയ്യിലുള്ളവൻ. ശുശ്രൂഷകന്മാർ നിരവധി പേരുണ്ട്. ഞാൻ പറയാം അവരോടൊരു കാര്യം, എൻ്റെ സഹപ്രവർത്തകരോട്, ഈ യുദ്ധക്കളത്തിൽ എന്നോടൊപ്പം അധ്വാനിക്കുന്ന സഹഭടന്മാരോട് ഞാൻ പറയാം, ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്.
ഇന്ന് രാത്രി ഞാനൊരു കാര്യം തുറന്നു പറയാം. ദൈവദാസന്മാരോടെല്ലാം ഞാൻ പറയാം, ഇതുവരെ ചെയ്തതല്ല പ്രസംഗം, ഏറ്റവും നല്ലത് ഇനി ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഇതുവരെ ചെയ്തതിനേക്കാൾ മെച്ചമായ ശുശ്രൂഷ ഇനി വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ജനങ്ങൾ കണ്ട് അത്ഭുതപ്പെടും. അയ്യോ, ഞങ്ങളുടെ പാസ്റ്ററുടെ ഈ ജ്ഞാനം ഇതുവരെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു, ഈ വ്യാഖ്യാനം എവിടെ വെച്ചിരിക്കുകയായിരുന്നു. അനിവാര്യ കേട്ടോണേ, നിങ്ങളുടെ പ്രബോധനങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വേറിട്ടൊരു ശൈലിയിലും വേറിട്ടൊരു അഭിഷേകത്തിലും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യില്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. ഇതാണ് ഹൈ ക്രിസ്റ്റോളജി. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്. സാത്താൻ ഒരു വര അങ്ങോട്ട് വരച്ചിട്ട് നീ വരയ്ക്ക് ഇപ്പുറം കിടക്കരുത്, നീ അപ്പടെ നിന്ന് പണിതാൽ മതി, ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞ് കാലങ്ങൾക്ക് മുമ്പേ വരച്ച് നമ്മളെ അതിർത്തിക്കകത്താക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ ജനറൽ കൺവെൻഷൻ കഴിയുമ്പം ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അധികാരത്തോടെ ആ വര മായ്ച്ചു കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം. ശുശ്രൂഷയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം. വചന ശുശ്രൂഷയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം. ഭവന സന്ദർശനങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം. ദൈവത്തിന്റെ വചനം അറിയിക്കുന്ന ശുശ്രൂഷയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം. ഒതുക്കി ചുരുട്ടി മടക്കി നിന്നെ ഒതുക്കി കളയാൻ ശ്രമിക്കുന്ന ചില ഭാര്യകളുണ്ട്. ഇന്ന് രാത്രി അതിനോട് നേരിട്ട് എതിർപ്പെടാൻ എത്ര പേര് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ഒരു ചുവടുവെപ്പ്. ഈ ജനറൽ കൺവെൻഷനിൽ വന്നിരിക്കുന്ന ദൈവദാസന്മാരോട് പറയുക, ശുശ്രൂഷയിൽ അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കാം. ഒതുങ്ങിപ്പോയി ഷുഗറാ, ക്യാൻസറാ, ട്യൂമറാ, ഇനി പൊങ്ങത്തില്ല എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആധാരം കയ്യിലുള്ളവൻ പറയുന്നു നിന്നെ പോക്കുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ 17-ാമത് വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 17-ാം വാക്യം ആധാരം കയ്യിലുള്ള കർത്താവ് തിരിച്ചറിയണം. 18-ാമത് വാക്യം സഭയുടെ തലയായ ക്രിസ്തു. 19-ാം വാക്യം ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തു. 20-ാം വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കി തന്ന ക്രിസ്തു. അവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക. ഓക്കെ, 21-22 വാക്യം നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തു. പല വിധത്തിലുള്ളതായിരിക്കുന്ന അരാജകത്വങ്ങളിലായിരുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തു. അപ്പൊ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഗ്രഹപാഠം തന്നു വിടുക. ശ്രദ്ധിച്ച് ചുമ്മാ ഓടിച്ച് വായിക്കരുത്, മനോരമ വായിക്കുന്ന പോലെ വായിക്കരുത്. കൊലോസ്യലേഖനമൊന്നും. ഹൈ ക്രിസ്റ്റോളജിയുടെ ഈ വാക്യങ്ങളെ ശ്രദ്ധിച്ചു വായിക്കണം. പദാനുപദം, ആ പ്രയോഗം മറക്കരുത്. പദാനുപദം ആശയങ്ങളെ അങ്ങനെ കൊണ്ട് ചിന്തിച്ചിട്ട് അതിനകത്ത് ക്രിസ്തുവിനെ അണിയിച്ച് നിർത്തിയിരിക്കുന്ന തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അതങ്ങോട്ട് പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ കർത്താവ് ആരാണെന്ന ബോധ്യം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുക ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. അതിൽ 29-ാമത് വാക്യമാണ് ഞാൻ പറഞ്ഞത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ശ്രദ്ധിച്ചോണം. എന്നിൽ എന്റെ മേൽ അല്ല, നോട്ട് അപ്പോൺ മീ ബട്ട് ഇൻ മീ എന്ന പ്രയോഗമാണ്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. അപ്പൊ ആത്മശക്തി എവിടെ വ്യാപരിക്കണം? നമ്മിൽ വ്യാപരിക്കണം, നമ്മുടെ മേൽ അല്ല. ശിംശോന്റെ മേൽ വ്യാപരിച്ചു, അത് ദലീലയുടെ മടി കൊണ്ട് കളഞ്ഞു. ശൗലിന്റെ മേൽ വ്യാപരിച്ചു, അത് ഗിൽബോവ പർവ്വതത്തിന്റെ നെറുകയിൽ കൊണ്ട് കളഞ്ഞു. ദാവീദിന്റെ മേൽ വ്യാപരിച്ചു, അപ്പോഴാ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പം ഊര്യാവിന്റെ ഭാര്യയുടെ ശരീരശാസ്ത്രത്തിന് മുമ്പിൽ തരികിട തിത്തയിന്ന് തറയെപ്പോയി. വർഷിപ്പ് ലീഡർ സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ പുള്ളിയാണ്. പക്ഷെ ഊര്യാവിന്റെ ഭാര്യയെ കണ്ടപ്പോഴത്തേക്ക് എല്ലാ ആത്മീയതയും പണയപ്പെട്ടു പോയി. മേൽ പ്രാപിച്ചാലുള്ള കുഴപ്പം ഇതാണ്. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 27-ാമത് വാക്യം. യെഹെസ്കേൽ 36:27 വായിപ്പിക്കുന്നില്ല, വാക്യം കുറിച്ചാൽ മതി. യെഹെസ്കേൽ 36:27 പറയുന്നു, ഇനി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അതിനാണ് സ്തോത്രം ചെയ്തത്. ഇനി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, അപ്പോൾ നിങ്ങളുടെ ചട്ടങ്ങളിൽ നടക്കും. അപ്പൊ ചട്ടപ്രകാരം നടക്കണമെങ്കിൽ ആത്മാവ് എവിടെ വേണോ വെച്ചാൽ ഉള്ളിൽ വന്നേ പറ്റത്തുള്ളൂ, അല്ലാത്തവരൊക്കെ ചട്ടം തെറ്റിക്കും. നാസിർ വ്രതസ്ഥനായിരുന്നല്ലോ ശിംശോൻ, അവന്റെ മേൽ ആത്മാവ് വന്നില്ല, അകത്തു മേലാണ് ആത്മാവ് വന്നത്, അകത്തു വരാഞ്ഞത് കൊണ്ട് ചട്ടം തെറ്റിപ്പോയി. അന്യ സ്ത്രീയുമായിട്ടുള്ള സമ്പർക്കം,
അങ്ങനെ സംഭവിച്ച് നസീർ വ്രതസ്ഥം പണയപ്പെടേണ്ടി വന്നു. ദാവീദിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ പലരുമുണ്ട്. ശൗലിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. മേൽ പ്രാപിച്ച അഭിഷേകം അത് അന്യാധീനപ്പെട്ടു പോയി, വ്യക്തികളെയും കൂടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവാത്മാവ് പറയുക, ഇനി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, അപ്പോൾ നിങ്ങളുടെ ചട്ടങ്ങളിൽ നടക്കും. മനസ്സിലായി? ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ പ്രവചിച്ചു എന്നാണ് വായിക്കുക. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ നൃത്തം ചെയ്തു, വോർഷിപ്പ് ഭയങ്കരമായിരുന്നെന്ന് വായിക്കുക. ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ സിംഹത്തെ കീറി. മനസ്സിലാകുന്നുണ്ടോ? 300 കുറുക്കന്മാരെ പിടിച്ചു വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അനിതര സാധാരണമായി പ്രവർത്തികളൊക്കെ ചെയ്യാൻ ആത്മാവ് മേൽ വന്നാൽ മതി. പക്ഷേ വിശുദ്ധി കാക്കണമെങ്കിൽ ആത്മാവ് അകത്ത് വ്യാപരിച്ചെങ്കിലേ പറ്റുള്ളൂ. ചട്ടപ്രകാരം ജീവിക്കണമെങ്കിൽ, ചട്ടം തെറ്റാതെ ജീവിക്കണമെങ്കിൽ. ചട്ടം ഏതാണെന്നറിയാമോ? ചട്ടമേത ഫിലദൽഫിയയുടെ അല്ല ചട്ടം. ചട്ടമേത പെന്തക്കോസ്ത് സംഘടനകളുടേതല്ല ചട്ടം. സനാതന വചനമാണ് ഈ ചട്ടം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സനാതന വചനം. പ്രത്യേകിച്ച് അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ, ചങ്കിലെ നിർമ്മലവും നിഷ്കളങ്കവും വിലയേറിയതും കുറ്റമില്ലാത്തതുമായ രക്തം കൊണ്ട് എഴുതിയൊരു പ്രമാണമുണ്ടേ, അതാ പുതിയ നിയമം. സീനായി മലയിൽ നിന്ന് മോശയിലൂടെ ലഭിക്കപ്പെട്ട ന്യായപ്രമാണമല്ല, കാൽവരി മലയിൽ നിന്ന് ക്രിസ്തുവിലൂടെ ലഭിക്കപ്പെട്ട പുതിയ നിയമം. അതാണ് കൃപയുടെ പ്രമാണം. ആ പ്രമാണമാണ് ചട്ടം. അത് തെറ്റാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവാകത്ത് വന്നെങ്കിലേ പറ്റൂ. കീബോർഡിന്റെ താളം ഉയരുമ്പോൾ, ഋതംപാട് ഉച്ചസ്ഥായിലേക്ക് ഉയരുമ്പോൾ, തമ്പേർ തല്ലൻ കലാകാരനായ ഒരു അച്ചായൻ സഭയ്ക്കകത്തുണ്ടെങ്കിൽ പാടുന്ന പാട്ട് ശാലേൻ രാജനോ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണോ, ഈ പാട്ടും കൂടെ ആണെങ്കിൽ പിന്നെ നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. മനസ്സിലായോ? പ്രൈസ് ആൻഡ് വർഷിപ്പിൽ എന്നെ പ്രകടനമാണെന്നറിയാമോ? പക്ഷേ ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് ആവേശം, വിവശനായി, അവശനായി, കിതച്ചൊരു പരുവമായി കൊണ്ടുവച്ചിരുന്ന ജഗ്ഗിൽ വെള്ളവും കുടിച്ച് ആലയത്തിന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടവഴിയിലൂടെ പോകുമ്പം ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്? വാട്സപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്റർ ഇൻസ്റ്റഗ്രാമിൽ ആരുമായിട്ടാണ് ഇടപാട്? വേദപുസ്തകത്തിലും സിയോൻ ഗീതാവലിയുടെയും പേജുകളിൽ ഇങ്ങനെ തോണ്ടിയിരുന്ന ഈ വിരലുകൾ കൊണ്ട് പിന്നെ നീ വാട്സപ്പിൽ ആർക്കിട്ടായി തോണ്ടുന്നേ? ആരാധന ഭയങ്കരമായിരുന്നു, ഭയങ്കര പ്രകടനമായിരുന്നു. പക്ഷേ അവസരത്തിന്റെ ആനുകൂല്യം ഒത്തുകിട്ടിയപ്പം നീ തോണ്ടിക്കളിച്ചത് വേറെ ഏതോ തലത്തിലാണ്. മനസ്സിലാകുന്നു? ചട്ടം തെറ്റിപ്പോവുക. തമ്പേറിന്റെ താളം കേൾക്കുമ്പം മാത്രം ഒരു ചട്ടത്തിലേക്ക് മടങ്ങി വരവും, തമ്പേറും കീബോർഡും എല്ലാം കൂടെ അടക്കി ഒതുക്കി സിപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഇടപാടിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആത്മാവ് നമ്മുടെ അകത്ത് വേണ്ടും പോലെ ഇല്ലെന്ന് പഠിക്കണം. ചട്ടം തെറ്റാതെ ഒരു ആത്മീക ജീവിതം. ഞാൻ പറയട്ടെ ചില വാക്യങ്ങൾ, വേഗം കുറിച്ചോണം. ആത്മാവ് അകത്താണെന്നുള്ളതിന് പുതിയ നിയമത്തിലെ അനുഗ്രഹിത വാക്യങ്ങൾ കേൾക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്ന പോലെ എന്തോ ചെയ്യും? ജീവജല നദികൾ. അപ്പൊ ജീവജല നദി എവിടെ നിന്ന് വരണം? ഉള്ളിൽ നിന്ന് വരണം. ഇനി കേൾക്കണോ വാക്യം? റോമാലേഖനം 8:11 വാക്യം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മേലല്ല, പിന്നെ എവിടെ വസിക്കണം? നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. ഇനി വേണോ വാക്യം? അനുഗ്രഹിതമായ വാക്യം തരാം. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 27-ാമത് വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നോട്ട് അപ്പോൺ യു ബട്ട് ഇൻ യു. നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ആത്മശക്തി എവിടെ വ്യാപരിക്കണം? നമ്മിൽ. അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിയായത് പുതിയ നിയമ സഭയ്ക്കാണെന്ന് മനസ്സിലായവർ എത്ര പേരുണ്ട്? നമ്മുടെ ഉള്ളിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. അപ്പൊ എന്നിൽ എന്നുള്ളതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രയോഗം നോക്കണം. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. ബലം എന്നുള്ള പദത്തിനിടയിൽ വര കൊടുക്കണം. ബലം എന്നുള്ളതിന്, ആ ബലം എന്നുള്ളതിനകത്ത് അനുഗ്രഹീതമായിരിക്കുന്ന 2 ആശയങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വന്നറിയാമോ? വിസ്ഫോടന ശേഷിയുള്ളൊരു ശക്തി, വിസ്ഫോടനാത്മകം. അങ്ങനെ ചിന്തിച്ചോണം. ആ പ്രയോഗം അങ്ങനെ ഓർത്തിരിക്കണം, വിസ്ഫോടനാത്മകം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അധികാര തീവ്രത. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സമന്വയിക്കപ്പെട്ടതാ ഈ ബലത്തോടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? സുഹൃത്തെ, പെന്തക്കോസ്തുകാർ പറയുന്ന ഈ ആത്മശക്തിയുടെ അന്യഭാഷയും ആരാധനയൊക്കെ വെറുതെ ഒരു ഇടപാടല്ല. ഇത് വെറുതെ വായ്ത്താരിയല്ല. ഇത് വെറുതെ ഉന്മാദമല്ല. ഇത് വെറുതെ വർഷിപ്പ് ലീഡറിൽ നിന്ന് പറഞ്ഞ വാചകം കേട്ടോണ്ടുള്ള ഒരു ആവേശമല്ല ഈ ആരാധന. പിന്നെന്താ? ഞങ്ങളിൽ വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയിൽ അത് ബലത്തോടെ വ്യാപരിക്കുമ്പം 2 ആശയങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. ഒന്ന്, ഇതൊരു വിസ്ഫോടന ശേഷിയുള്ളതാണ്. എത്ര ദൈവമക്കൾ മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ അകത്ത് വ്യാപരിപ്പിച്ചിരിക്കുന്ന ആത്മശക്തിക്ക് ഒരു വിസ്ഫോടന
ശേഷിയുണ്ട് എന്ന് പറഞ്ഞ തകർത്ത് പൊട്ടിച്ച് തുറന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നൊരു ശക്തി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ, താളമേളങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുന്ന് ആരാധിക്കുന്ന മാത്രയിൽ ചില വിഷയങ്ങളോട് കേട്ടുപൊട്ടി നീ പുറത്തു വരും. ചില വ്യക്തികൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അടിസ്ഥാന കല്ലും കൂടെ ഇളക്കി നിന്നെ പുറത്തു കൊണ്ടുവരും. കാലാമത്തിലിട്ട് പൂട്ടിയിട്ടുണ്ടാകാം, കൈ ചങ്ങലക്കിട്ടിട്ടുണ്ടാകാം. പക്ഷേ ആരാധനയിൽ വെളിപ്പെടുന്നതായിരിക്കുന്ന ഈ വിസ്ഫോടന ശേഷിയുള്ള ആത്മശക്തി ബലത്തോടെ വ്യാപരിക്കുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരാൻ അത് പര്യാപ്തമാ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. കുഞ്ഞുമക്കളോട് ഞാൻ പറയാം, മക്കളുമാരോട് പറയാം, യുവതി യുവാക്കന്മാരോട് പറയാം, മക്കളെ, ആത്മാവിൻ്റെ നിറവും അന്യഭാഷാ ഭാഷണവും അപ്പച്ചന്മാരുടെയും അമ്മച്ചന്മാരുടെയും മാത്രം ഇടപാടല്ല. കാത്തിരുന്ന് പ്രാർത്ഥിച്ചോണം, പ്രാപിച്ചോണം അതിനെ. എൻ്റെ പഠനകാലം, ഉപരിപഠനകാലം, ഉപജീവനത്തിൻ കാലം മുഴുവനും ഒരു കുച്ചുവിലെങ്കിലും പെട്ട് നീ പോകാതിരിക്കുക. കേട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിന്നെ ചതിക്കാതിരിക്കാൻ. കൊലോസ്യ ലേഖനം 2-ന്റെ 8-ാം വാക്യം, ആരും നിന്നെ കവർന്നു കളയാതിരിപ്പാൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ആരും നിന്നെ വിധിക്കാതിരിപ്പാൻ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം, ആരും നിന്റെ വിരുത് തെറ്റിക്കാതിരിപ്പാൻ. അഭിഷേകത്തിന്റെ ശക്തി അകത്തേറ്റെടുത്തോണം. പ്രാർത്ഥിച്ച് ദൈവശക്തിയെ പ്രാപിക്കണം. കുഞ്ഞുങ്ങൾ, മനസ്സിലായ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സിലായവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. നമ്മുടെ തലമുറകളുടെ മേൽ അഭിഷേകത്തെ പകരേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കണം. യൗവനക്കാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, ബാല്യക്കാർ പ്രവചിക്കുമെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ വാക്യങ്ങളുടെ നിവർത്തി ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുഖപരമായ ജീവിതത്തിന്റെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്. ലൗകികതയുടെ, ആഡംബരങ്ങളുടെ, പകട്ടിന്റെ, ആർഭാടങ്ങളുടെ, ആഡംബരങ്ങളുടെ ഒത്തിരി ഇടപാടുകളുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർക്ക് അഭിഷേകം വേണ്ട, അന്യഭാഷ വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൂ, സഭായോഗത്തിനകത്ത് ഒരുമാതിരി പ്രായമുള്ളവരൊക്കെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പിള്ളേർ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. അറിയാമോ? ഇവ കീബോർഡിനകത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ആവേശം തരുന്ന പിപ്പിരി ഉണ്ടാക്കാൻ, അവന് ആ താളം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അവനൊരു അന്യഭാഷയുടെ നുറുങ്ങ് പറയത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നിന്ന് പാടി ആടി നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് കൊണ്ടുവരും. ഇവന്റെ വായിൽ നിന്ന് അന്യഭാഷ വരാത്തെ പ്രാപിച്ചിട്ടില്ല ഇതുവരെ. ഫിലദൽഫിയ ചർച്ച് ബോർഡിലും അതുപോലെ പെന്തക്കോസ്ത് സഭകളിലുമുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരൊക്കെ കേട്ടോണേ, വിസ്ഫോടനാത്മകമായിരിക്കുന്നൊരു ശക്തിയാണിത്. നീ ഇതിനെ പ്രാപിച്ചെടുത്തോണം. നിന്റെ വിദ്യാഭ്യാസത്തിന് കൂച്ചുവിലങ്ങിടുന്ന, നിന്റെ സ്വഭാവത്തിന് വൈകൃതമുണ്ടാക്കുന്ന, നിന്നെ കവർന്നു കളയാൻ ശ്രമിക്കുന്ന, നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന്, പപ്പയുടെ കയ്യിൽ നിന്ന്, പാസ്റ്റങ്ങളിൻ്റെ പാസ്റ്റാൻഡിയുടെ ചൊൽപ്പടിയിൽ നിന്ന് നിന്നെ കവർന്നു കളയാൻ ശ്രമിക്കുന്ന, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയിൽ നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, നിന്നെ വഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, നിന്റെ ആകെയുള്ള സ്മാർട്ട്നെസ്സിനെ, നിന്റെ ശരീര പുഷ്ടിയെ ആസ്വദിച്ച് നിന്നെ ചപ്പിയ ചാണ്ടി പോലെ വലിച്ചെറിഞ്ഞ് കളയാൻ ശ്രമിക്കുന്ന ചില പോരുകളെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തി, അത് വിസ്ഫോടനാത്മകമാണ്. പ്രാപിച്ചോണം. ഈ ശക്തി ഏറ്റെടുത്തോണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്ക്. വിസ്ഫോടനാത്മകമായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി, ഇത് സാധാ ശക്തിയല്ല, അന്യഭാഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ചില അടിസ്ഥാന കല്ലുകളെ ഇളക്കുന്ന ശക്തിയാണ്. ബോധ്യമായവർ പുറകിലൊക്കെ കേൾക്കുന്നുണ്ടോ? ഈ ശക്തി ആക്കതാരനെ കൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. Thank you, Jesus. Oh, hallelujah. യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയുടെ വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്ന ചില കെട്ടുകൾ ആഴിഞ്ഞു മാറട്ടെ. ആത്മാവിന്റെ നിയോഗത്തിന് വരാതെ വഴിമാറിപ്പോകുന്ന ചില മാനസിക പോരുകൾ വഴിമാറട്ടെ. അഭിഷേകം ഏറ്റെടുക്കുക, ആത്മനിറവ് ഏറ്റെടുക്കുക, അന്യഭാഷാ ഭാഷണത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഇത് പെന്തക്കോസ്തിന്റെ ജനറൽ കൺവെൻഷൻ ആണെന്ന് ആത്മശക്തിയോടെ ഗ്ലോറി 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 ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് കേട്ടോ. വിസ്ഫോടനാത്മകമായ ഈ ആരാധന കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ നീ കാണും ചില വിടുതലുകൾ. വീട്ടിനകത്ത്, നാട്ടിൽ ചില വിടുതലുകൾ കാണും. നിന്റെ ഭാവി സംബന്ധമായ ചില വിടുതലുകൾ നീ കാണും. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക ഈ വിസ്ഫോടന ശേഷി. Thank you, Jesus. Hallelujah.
Praise the Lord. കുഞ്ഞുങ്ങളോട് പിന്നെ ഞാൻ പറയുന്നു, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, 8-ാം വാക്യം, 16-ാം വാക്യം, 18-ാം വാക്യം. ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ കവർന്നു കളയരുത്, ആരും നിങ്ങളെ വിധിക്കരുത്, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. അതിന് വേണ്ടത് ഈ വിസ്ഫോടന ശേഷിയാണ്. അതിനകത്ത് പ്രാപിച്ചു അഭിഷിക്ത ദൈവദാസന്മാർ മുക്കവലകൾ, നാൽക്കവലകൾ, ഇടപെടികൾ, പെരുവഴികൾ, പട്ടണ പ്രാന്തങ്ങൾ, ഗ്രാമവീഥികൾ, നാലാൾ കൂടുന്ന സകല ഇടങ്ങളിലും, പിന്നെ വീട് വീടാന്തരം കയറി സുവിശേഷം അറിയിച്ചു. പുഴവക്കത്തിരുന്നവരോടും സുവിശേഷം അറിയിച്ചു. രക്ഷിക്കപ്പെട്ടു പലരും. ഭൂതാത്മബാധിതയായ ഒരു പെൺകുഞ്ഞടക്കം രക്ഷിക്കപ്പെട്ടു. അതിനവരെ ആമത്തിലിട്ട് ആകത്തെ തടവിലാക്കി 4 ചേവകരുള്ള കാവൽക്കൂട്ടത്തെ ഏൽപ്പിച്ച് ആകത്ത് അടച്ചിട്ടിരിക്കുകയും. റോമൻ കാരാഗ്രഹ നിർമ്മാണ പ്രക്രിയയൊക്കെ വായിച്ച് പഠിക്കണം നിങ്ങൾ. നമ്മുടെയൊക്കെ സെൻട്രൽ ജയിൽ വരെ തുറന്ന ആൾ പുറത്തു പോയിട്ടുണ്ട്. തുരങ്കമുണ്ടാക്കി പുറത്തു പോയ ചരിത്രമൊക്കെ വായിച്ചിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് വില്ലന്മാർ. റോമൻ കാരാഗ്രഹത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ നിർമ്മാണ രീതി അതാണ്. പാറയിൽ വേട്ടി കയറിയിരിക്കുന്ന സെല്ലുകളാണ് അതിനകത്ത്. പക്ഷേ കേൾക്കണോ, അതിനകത്ത് 2 ദൈവദാസന്മാർ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായിരിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ സ്തോത്രഗീതങ്ങൾ നൽകുന്നവൻ അവരുടെ വായിൽ പാട്ടുകൊടുത്തു. ഒരുമിച്ചവർ പാടി. ആരാധന വെളിപ്പെട്ടപ്പോൾ അവരിലേക്ക് വ്യാപരിക്കപ്പെട്ട ഈ ബലത്തിൻ്റെ വ്യാപാരം വിസ്ഫോടന ശേഷിയുടേതായിരുന്നു. അതുകൊണ്ട് അടിസ്ഥാനം വിളകിയത്, അതുകൊണ്ട് അടിസ്ഥാനം കുലുങ്ങി മറിഞ്ഞത്, ചങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിൽ ഒക്കെയും തുറന്നുപോയി. മക്കളെ 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 കുഞ്ഞുങ്ങൾ കേട്ടോണേ, നിന്റെ മുമ്പിൽ ചില വാതിൽ തുറക്കാൻ ഈ വിസ്ഫോടന ശേഷി നീ അകത്ത് പ്രാപിച്ചാൽ മതിയെന്ന്. അടച്ചു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന കാലപ്പഴക്കമുള്ള ചില ബന്ധനങ്ങളുണ്ടല്ലോ, നിന്റെ വല്യപ്പറ്റൻ പണിത് വെച്ചത്, നിന്റെ മുത്തച്ഛൻ പണിത് വെച്ച ചില വല്ലാത്ത പാപപ്രവർത്തികളുടെ ചങ്ങലക്കെട്ട് നിന്റെ കാലിന് കയ്യിൽ കൊണ്ടെന്ന് അത് അഴിഞ്ഞു മാറാൻ ഈ വിസ്ഫോടന ശേഷിയെ നീ ഏറ്റെടുത്താൽ മതി. Glory to God. Hallelujah. Hallelujah. Praise the Lord. ഇത് കേട്ടിട്ട് ആരാധിക്കുക, ഇത് കേട്ടിട്ട് ആരാധിക്കുക. 2-3 തലമുറ പുറകോട്ടുള്ള അപ്പച്ചന്മാരൊക്കെ ഭയങ്കര വില്ലന്മാരായിരുന്നു, അറിയാമോ? അമ്മച്ചമാരൊക്കെ ഭയങ്കര വില്ലത്തികളായിരുന്നു. ആരാണ്ടെയൊക്കെ കഷ്ടപ്പെടുത്തി, ആരാണ്ടെയൊക്കെ കണ്ണ് നനച്ചു, ആരാണ്ടൊക്കെ എന്തൊക്കെയോ ദോഷം ചെയ്തു. അവൻ്റെ മനസ്സ് വിഷമിച്ചപ്പം അവൻ പ്രാകുകയോ അലയ്ക്കുകയോ വിളിച്ചു ചൊല്ലുകയോ നേർച്ച കാഴ്ച ചെയ്യുകയോ ചെയ്തു. അതിൻ്റെ കെട്ടും അതിൻ്റെ പോരാട്ടവും മാറാത്ത ചില വീടുകളുണ്ട്. പിള്ളേരുടെ കുഴപ്പം കൊണ്ടല്ല, പരമ്പരാഗതമായി കൈമാറി വരുന്ന ചില ശാപദോഷങ്ങൾ. ഇതിന് പ്രതിക്രിയ ചെയ്യാൻ നീ വേറെ ആരെയും വാടകയ്ക്ക് വിളിക്കണ്ട. മനസ്സിലായി? ഇന്ന് രാത്രി ദൈവമൊക്കെ കേട്ടോണം. കൃപയുള്ള ദൈവദാസന്റെ നമ്പർ തരാമെന്ന് തപ്പി നടക്കുന്ന ചില പുള്ളികളുണ്ട്. സ്ഥലസഭ പാസ്റ്റോട് തന്നെ ചോദിക്കുക, കൃപയുള്ളൊരു ദൈവദാസന്റെ നമ്പർ തരാമോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാം. സ്ഥലസഭ പാസ്റ്റൊക്കെ എന്തോ ഇല്ല, അതാ കാര്യം. സ്ഥലസഭ പാസ്റ്റോട് ചോദിക്കുക, കൃപയുള്ളൊരു ദൈവദാസന്. എന്തിനാണെന്നറിയാമോ? ഈ പാരമ്പര്യത്തിൻ്റെ കെട്ടുപൊട്ടിക്കാനാണ്. പരമ്പരാഗതമായി ഒരാഴ്ചെത്തുമ്പോഴത്തേക്ക് പടഞ്ഞു വീഴുക ആണുങ്ങൾ. മനസ്സിലായോ? കാലി വളർത്തലും കോഴി വളർത്തലും ഒന്നും പറ്റത്തില്ല. ചത്ത് പോവുക. സാമ്പത്തിക കടക്കണിയുടെ അകത്ത് ഒരു വീടിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാലങ്ങളായിട്ട് ഇങ്ങനൊരു അരാജകത്വത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടുത്തെ യുവാക്കന്മാരോട് പറയാം, ഫിലദൽഫിയയിലെ മുഴുവൻ ആളുകളോട് മാത്രമല്ല, ഈ യോഗത്തിന് വന്നിട്ടുള്ള മുഴുവൻ യുവാക്കന്മാരോട് പറയാം, ഈ വിസ്ഫോടന ശേഷിയുടെ ആത്മാവിനെ നീ അകത്ത് പ്രാപിച്ചാൽ കാലപ്പഴക്കമുള്ള ചില വാതിലുകൾ തുറന്നു വന്നിട്ട് ചില ചങ്ങലകൾ അഴിഞ്ഞു വീണിട്ട് നിനക്കൊരു സ്വതന്ത്രമായ ജീവിതത്തിന്റെ നിലപാടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. നീ ആരെയും വാടകയ്ക്കെടുക്കാൻ പോകണ്ട. നിന്റെ വീടിന്റെ സ്ഥിതി മാറും. നിന്റെ ജീവിതത്തിന്റെ തലം മാറും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്ക്. അന്ധകാരത്തിന്റെ പോരുകൾ കെട്ടുകളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണെന്ന്. ഇനി നിന്നെ ബന്ധിക്കാൻ പറ്റില്ല. ഇനി നിന്റെ നന്മയെ അടച്ചു വയ്ക്കാൻ പറ്റില്ല. ഇനി വാതിൽ അടഞ്ഞു കിടക്കത്തില്ല. ഇനി ചില വാതിലുകൾ തുറക്കും. ബന്ധിതനായ നീ പുറത്തു വരും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത കർത്താവിനെ ആരാധിക്ക്. ആത്മശക്തിയോടെ ആരാധിക്ക്. ഇന്ന് രാത്രി സമയം നോക്കണ്ട. ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചിട്ട് മടങ്ങാവൂ. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന കുഞ്ഞെ, നിന്റെ മണ്ണ് പോലും നിനക്ക് നന്മ തരാതെ, നിന്റെ വീട് നിനക്ക് സമാധാനം തരാതെ,
നിന്റെ വീട്ടിനകത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ചില വല്ലാത്ത ഭാര്യകൾ. താങ്ക് യു ജീസസ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പം എന്നിൽ ബലത്തോടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വിസ്ഫോടനാത്മകമുണ്ട്. കാലപ്പഴക്കമുള്ളതിനെയും പൊട്ടിച്ച് തകർത്ത് നിന്നെ സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരും. അതാണ് വിസ്ഫോടനാത്മകം. ആ പ്രയോഗം മറക്കരുത്. അടുത്തത് അധികാര തീവ്രതയാണ്. ഈ ശക്തിയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞേ എന്റെ കൂടെ നിൽക്കേ. അധികാര തീവ്രത ഉണ്ടെന്ന്. അധികാര തീവ്രത അധികാര തീവ്രത എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ പാസേ? എന്തോ അധികാര തീവ്രത? ശത്രുവുമായിട്ട് കോംപ്രമൈസ് ആകാതെ, ശത്രുവുമായി സമവായത്തിലാകാതെ നിന്നെ കീഴടക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ നോക്കി യേശുവിന്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാൻ കഴിയുന്ന ഒരു അധികാരമുണ്ട്. അധികാരം അത് നമ്മൾ പ്രാപിച്ച ശക്തിക്കകത്തുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? അപ്പൊ മനസ്സിലായോ? ഈ പെന്തക്കോസ്തുകാർ പറയുന്ന അന്യഭാഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ ശക്തി പകർന്നിട്ടുള്ളത്. ഈ വ്യാപിച്ചു കിട്ടിയ ശക്തിക്കകത്തൊരു അധികാരമുണ്ട്. ആ അധികാരത്തോടെയാണ് നീ എഴുന്നേൽക്കേണ്ടത്. അധികാരത്തോടെയാ പിശാചിനോട് എതിർക്കേണ്ടത്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇളകിത്തുള്ളി ഉറഞ്ഞ് കസേരം വലിച്ചെറിഞ്ഞ് വല്ലാത്ത പ്രകടനം ഉണ്ടാക്കി നിൽക്കുന്ന പിശാചിന്റെ അരിയിലോട്ട് ഉപദേശം എന്ന് ചോദിക്കാം, എപ്പോ പോകും നീ? പിശാച് പറഞ്ഞ് ഞാൻ പോകുന്നില്ലല്ലോ, പിന്നെങ്ങനെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് 1:30 വണ്ടിയാ, നീ ഇപ്പൊ പോയില്ലെങ്കിൽ ഞാൻ 1:30 വണ്ടിക്ക് പോകുന്നു. അധികാരമൊക്കെ എവിടെയോ പണയപ്പെട്ടു പോയെന്ന്. പിശാചിനോട് സംസാരിക്കാനുള്ള അധികാരവും അവന്റെ മേലുള്ള അധികാര തീവ്രതയും എവിടെയോ പണയപ്പെട്ടു പോയി. ഉറഞ്ഞു തുള്ളി മുടിയഴിച്ചിട്ട് ആട്ടി നിൽക്കുന്ന ഒരു സഹോദരി അടുക്കലേക്ക് ഒറ്റച്ചാട്ടം ഗസ്റ്റ് പാസ്റ്റർ, സ്ഥലസഭ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ പ്ലീസ്, അത് ഇച്ചിരി പ്രശ്നമാണ്, ഗുരുതരമാണ്. ഞങ്ങളവിടെ വീട്ടിലൊരു യോഗമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, അവിടെ അത് കൈകാര്യം ചെയ്യാനിരിക്കുക, അത് ഇച്ചിരി ഗുരുതരമായ പ്രശ്നമാണ് ദൈവാത്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗസ്റ്റ് പാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ വീരസ്യം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പരിചയം, പിശാചിൻ്റെ മേലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ ഒന്ന് തെളിയിക്കണമെന്നുള്ള എന്നൊരു വേദി കിട്ടിയതല്ലേ. പുള്ളി അതൊന്നും കേട്ടില്ല. അതൊക്കെ ഇപ്പം കൈകാര്യം ചെയ്തേക്കാം പാസ്റ്റർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പാഞ്ഞ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഞെട്ടിത്തെറിച്ച് പോകത്തക്ക നിലയിൽ, ആലയം വല്ലാതെ ഞെട്ടിപ്പോകത്തക്ക നിലയിൽ അദ്ദേഹം ഒരൊറ്റ ചോദ്യം ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം? എവിടുന്നാ വന്നേ? എന്താ നിന്റെ പേര്? ആരാ വിട്ടെ? കുറെ ചോദ്യങ്ങൾ പടപടപടപടപടാന്ന് ഒന്നിച്ച്. ഇതൊന്നും കേട്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതെ പിശാച് ഇങ്ങനെ നിൽക്കുക. അഴിച്ചിട്ട മുടി ഇങ്ങനെ മുമ്പിലൂടെ, ആ മുടി ഇടയിലൂടെ ഇങ്ങനെ തുറിച്ചു നോക്കി പിശാച് നിൽക്കുക. പിന്നെയും ചോദ്യങ്ങൾ ശക്തിയോടെ ആവർത്തിച്ചു. പിശാച് അപ്പം ചോദിച്ചു, എന്നാ? അവിടെ നിസ്സാരമാണ് ചോദിച്ചു. എന്നാ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കുഴപ്പമാണ്. പുള്ളി പറഞ്ഞു, ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ, വെറുതെ ഒരു ലോകം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അധികാരം എവിടെയോ കളഞ്ഞുപോയി. ഏൽപ്പിച്ച ശുശ്രൂഷയുടെ നിർവഹണ പാതയിൽ നീ സഞ്ചരിച്ചപ്പോൾ ഈ അധികാരം എവിടെയോ കളഞ്ഞുപോയി. പ്രാപിച്ച ഈ അധികാരമുണ്ടല്ലോ, അതെവിടെയോ മണ്ണിന്റെ പേരിലോ പെണ്ണിന്റെ പേരിലോ ആണിന്റെ പേരിലോ കൈമോശം വന്നുപോയി. നിനക്ക് 5 നയാ പൈസ കിട്ടുമെന്ന് വന്നപ്പോൾ നീ പണയപ്പെടുത്തിയത് പവിത്രമായ ജീവിതത്തിന്റെ സംസ്കാരത്തെയാണ്, ഉപദേശത്തെയാ നീ പണയപ്പെടുത്തിയത്. അതുകൊണ്ടാ ഇപ്പൊ പിശാചി കയറി മേയുന്നത്. യേശുവിന്റെ നാമത്തിൽ അടങ്ങ് എന്ന് പറഞ്ഞാൽ അടങ്ങണം പിശാച്. കാരണം ഈ ബലത്തോടെ വ്യാപരിക്കുന്നതിനകത്തൊരു അധികാര തീവ്രതയുണ്ട്. തീവ്രത, അധികാരത്തിന്റെ തീവ്രത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, അധികാരത്തോടെ, അധികാരത്തോടെ, എന്നിൽ ബലത്തോടെ. അപ്പൊ എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയിൽ വിസ്ഫോടന ശേഷിയുണ്ട്, അധികാര തീവ്രതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ആരെയും ഭത്സിക്കാൻ വാടകയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? തത്വം യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അധികാരത്തോടെ കൽപ്പിക്കുക പിശാചിനോട്. കൃഷിയിടങ്ങൾ വേണ്ടുന്ന വിധത്തിലുള്ള പ്രയോജനം തരുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നിന്നുണ്ട് അധികാരത്തോടെ കൽപ്പിക്കുക. മാറാത്ത ചില രോഗങ്ങളും വീട്ടാനാവാത്ത ചില കടങ്ങളും പൊറുക്കാത്ത ചില വല്ലാത്ത പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിൽ അധികാര തീവ്രതയോടെ കൽപ്പിക്കുന്നതിനോട്. ദൈവദാസന്മാരെ അറിയാൻ വേണ്ടി ഞാനൊരു സംഭവം പറയാം. കോമഡിയല്ല, വേദപുസ്തകത്തിൽ ഒരു ഗംഭീര സംഭവം.
സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു ഗവർണർ, മലയാള വേദോത്സവത്തിൽ അദ്ദേഹത്തിന് ദേശാധിപതി എന്നാണ് പറയുന്നത്. നമ്മൾ ദേശാധിപതി എന്നൊക്കെ പറയുന്നത് വേറെ ഏതാണ്ടിനാണ്. പക്ഷേ വേദോത്സവം കൊടുത്തിരിക്കുന്ന ഗവർണർക്കാണ് ദേശാധിപതി എന്ന്. മലയാളത്തിലെ ലിപിയന്ത്രണം അങ്ങനെയാണ്, ഗവർണറാണ്, ഒരു പ്രോവിൻസിന്റെ ഗവർണറാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പൊതുകാര്യത്തിൽ തൽപരതയുള്ള ആളായിരുന്നു. ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതഭ്രാന്ത് തീവ്രവാദിയൊന്നും അല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിച്ച കൂട്ടത്തിൽ ആരോ തന്നോട് പറഞ്ഞു, ഓ സാറേ, പൗലോസ് എന്ന് പറയുന്ന ഒരു പ്രസംഗകൻ ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ട്. ഓ എന്നെ വാഗ്മിത്വം എന്നറിയാം. ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു, പുതിയൊരു പ്രമാണം നിലവിൽ വന്നു. ക്രിസ്തുയേശുവിലൂടെയാണ് മോക്ഷം, സായുജ്യം, നീതി, വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, നീതീകരണം പ്രാപിക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഭയങ്കരമാണ്. ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ. സാറൊന്ന് കേൾക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പ്രഭാഷകനെ കൊണ്ടുവാ, നമ്മുടെ കോൺഫറൻസ് ഹാളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പൗലോസിന് അവസരം കിട്ടി, സെർഗിയോസ് പൗലോസ് എന്ന ഗവർണറുടെ കോൺഫറൻസ് ഹാളിൽ പ്രസംഗിക്കാൻ. അപ്പോൾ ഉപദേശക സമിതിയിൽപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. എല്ലാവരും കൂടി ഇരിക്കുക. VIP-കളുണ്ട്, VVIP-കളുണ്ട്. അവരോടൊക്കെ പൗലോസ് പ്രസംഗിക്കുക. പ്രസംഗം അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ഈ ഗവർണറുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അവനൊരു മന്ത്രവാദിയോ കൊടിയ മന്ത്രവാദി. അവന്റെ പേര് എലിമോസ് എന്ന വിദ്വാൻ എന്നാണ് അവനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മന്ത്രവാദിക്ക് മനസ്സിലായി ഗവർണർ ഇപ്പൊ തന്നെ മാനസാന്തരപ്പെടും. കാരണം പൗലോസ് ആ നിലയിലെ ഉപദേശം കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇദ്ദേഹം മാനസാന്തരപ്പെടുമെന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പം മന്ത്രവാദി എഴുന്നേറ്റ് എന്ന് പൗലോസിനോട് പറയാ, മതി മതി മതി, പ്രസംഗം നിർത്തിക്കാട്ടെ, ഞങ്ങൾക്ക് വേറെ അത്യാവശ്യ പ്രോഗ്രാം ഉണ്ട്, സാറിനെ കൊണ്ട് പോകണം, പിന്നൊരിക്കൽ വിളിക്കാം, അന്നേരം വന്നാൽ മതി. സത്യമേ പറയാവൂ, നമ്മൾ ഉപദേശമാരായിരുന്നു എന്നെ ഇതേനെന്ന് പറ. ഗവർണറുടെ കോൺഫറൻസുകൾ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പം അടുത്ത ഒരു മീറ്റിങ്ങിന് വിളിക്കാം, അന്നേരം പാസ്റ്റർ വന്ന് ബാക്കി പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് ഫോൺ നമ്പറിനകത്ത് ടിക്ക് ചെയ്തിട്ട് മറ്റേ നമ്പർ ഇപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല സാറേ, ഈ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞ് അടിയിൽ ഒരു വരയും കൊടുത്തിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നമ്മൾ പോരത്തേ ഉള്ളൂ. അതല്ലേ ശരി, അതല്ലേ സത്യം. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ പ്രസംഗം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്ന് ഗവർണർ മാനസാന്തരത്തിന്റെ വാക്കിലെത്തിയപ്പോൾ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്തത് മന്ത്രവാദിയുടെ സ്വകാര്യ താല്പര്യമല്ല, അവനിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ അധികാരമാണെന്ന് മനസ്സിലായ ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ നീതി പ്രവൃത്തികളെ മുറിച്ചു കളയുന്നത് മതിയാക്കത്തില്ലയോ യേശുവിന്റെ നാമത്തിൽ. ഒറ്റ പറച്ചിൽ. അതാണ് അധികാര തീവ്രത എന്ന് ഞാൻ പറഞ്ഞത്. ഈ മന്ത്രവാദി നാട് നടക്കിയ പുള്ളിയാ. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഗവർണറെ പരിഭ്രമിപ്പിച്ചിട്ടുള്ള ആളാ. സകല പുള്ളികളെയും വല്ലാതെ പേടിപ്പിച്ചിട്ടുള്ള ആളാ. പക്ഷെ ആ അഭിഷേകത്തിനകത്തെ അധികാര തീവ്രതയും കൊണ്ട് പറഞ്ഞപ്പം കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയിട്ട് അവൻ മൂക്കും കുത്തി തറയിൽ വീണു. അതാണ് അഭിഷേകത്തിനകത്തുള്ള അധികാര തീവ്രത. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന ചില പോരാട്ടങ്ങളോട്, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന ചില വ്യാപാര ശക്തിയോട്, വളരെ ശക്തിയോടെ കൽപ്പിക്കാൻ കഴിയുന്ന, വീരാൻ ചൂണ്ടാൻ കഴിയുന്ന പിശാചോട് പറ, നിർത്തും നിന്റെ പദ്ധതി, എടുക്കും നിന്റെ തന്ത്രം, ഇറങ്ങി ക്യാമ്പസിൽ നിന്ന് എന്ന് പറയാൻ കഴിയുന്ന ഒരധികാര തീവ്രതയിലേക്ക് കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ. സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് വിഷയം എവിടെ കൊണ്ട് നിർത്തണമെന്നൊരു പിടിയുമില്ല. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. അടുത്തത് വ്യാപാരമെന്ന പ്രയോഗമാണ്. വ്യാപരിക്കുന്ന. എന്താ വ്യാപാരം? നമുക്കറിയാവുന്ന ആകെ ഒരു വ്യാപാരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അതല്ലേ നമ്മൾ ഈ യാത്രയിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഇടപാടാണ് വ്യാപാരം. ആ വ്യാപാരമല്ല, ബിസിനസ് അല്ല ഇവിടെ പറയുന്നത്. വ്യാപാരം എന്ന് മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്തിട്ടുള്ള ആ പദത്തിന്റെ മൂലപദം എനർജിയോ എന്നതാണ്. എനർജിയോ എന്ന പദത്തിൽ നിന്നാണ് എനർജി എന്ന ആംഗലേയ പദം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥമായ അർത്ഥം ചാർജിങ് എന്നതാണ്. പ്രോസസ് ചെയ്യുക, സന്നിവേശിക്കുക, അതിനെയാണ് വ്യാപരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, മൊബൈൽ ഫോൺ നമ്മൾ ചാർജ് ചെയ്യാനിടുമല്ലോ. അമ്മച്ചിമാരൊക്കെ പറയും, മോനെ എൻ്റെ ഫോണൊന്ന് കുത്തിയിടണമെന്ന് പറയും. ഓക്കെ, അങ്ങനെ കുത്തിയിടുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇടാനാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ നമ്മളതിനെ കണക്ട് ചെയ്തിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് വൈദ്യുതി വന്ന് കയറുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്കതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നതുപോലെ
എന്നിലും നിങ്ങളിലും ചില ചാർജുകൾ വ്യാപരിച്ചു കയറും. ആ ചാർജിൽ നാം ചെറുത്ത് നിൽക്കേണ്ട രണ്ടെണ്ണമുണ്ട്, ചേർത്ത് നിർത്തേണ്ട രണ്ടെണ്ണമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ 4 കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ പുള്ളി എപ്പം നിർത്തും എന്നൊന്നും ചിന്തിക്കണ്ട. 4 കാര്യം പറയുന്നില്ല, ഓടിച്ചു പറയാം. ദൈവദാസന്മാർ അതിനെ പ്രസംഗമാക്കി നിങ്ങളുടെ ഇടവകയിൽ തരും. അന്നേരം അത് കേട്ടോണം. ചെറുത്തു നിൽക്കേണ്ട 2 വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ അകത്തേക്ക് സന്നിവേശിക്കുവാൻ സദാ സന്നദ്ധമായി നിൽക്കുന്ന 2 ശക്തികളുണ്ട്. ചെറുത്തു നിൽക്കണം, ചേർത്ത് നിർത്തരുത്. അകറ്റി നിർത്തണം, ശ്വാസിച്ചകറ്റണം. യേശുവിന്റെ നാമത്തിൽ അകല്, അടങ്ങ് എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയുന്ന ഒരു അഭിഷേകത്തെ ഏറ്റെടുക്കണം. അതേതാണ്? അകറ്റി നിർത്തേണ്ട 2 വ്യാപാരങ്ങൾ ഏതൊക്കെയാ? അക്കമിട്ട് പഠിച്ചോണേ. 1 പാപ വ്യാപാരം, 2 സാത്താന്യ വ്യാപാരമാണ്. ഈ 2 വ്യാപാരങ്ങളെ അകറ്റി നിർത്തണം. കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? യുവതിവാക്കന്മാർ കേൾക്കുന്നുണ്ടോ? മോനെ, നിന്റെ മനസ്സിലേക്ക്, മോളെ, നിന്റെ മനസ്സിലേക്ക്, നിന്റെ ജഡത്തിലേക്ക്, നിന്റെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, നിന്റെ മനസാക്ഷിയിലേക്ക് അരുതരുതാത്തത് ചെയ്യുവാൻ, തൊടാൻ, പിടിക്കാൻ, എടുക്കാൻ, എഴുതാൻ, കഴിക്കാൻ, കുടിക്കാൻ, മുട്ടാൻ, ഒരുമാൻ, അങ്ങനെ അങ്ങ് നടക്കാൻ വേണ്ടി ഇന്ദ്രിയ വ്യവസ്ഥിതികൾ ഉയരുന്ന പാപരാഗങ്ങളുടെ നിർദ്ദേശവും നിയോഗവും അനുസരിച്ച് നിന്നെ അധമമായ വഴികളിലൂടെ കൊണ്ടുപോകാൻ വ്യാപരിക്കുന്ന 2 വ്യാപാരങ്ങളിൽ ഒന്നാമത്തേത് പാപവ്യാപാരമാണ്, രണ്ടാമത്തേത് സാത്താന്യ വ്യാപാരമാണ്. പാപവ്യാപാരത്തിന്റെ വാക്യം ഏതാ? പാപം വ്യാപരിക്കുന്നു. എവിടെ? നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി തുറന്നെഴുതുന്നൊരു വാക്യമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യമാണ്. വാക്യം മറക്കരുത്. ഏതാ പറഞ്ഞേ? റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം. മരണം ഫലം കായ്ക്കുമാറ് പാപവ്യാപാരങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോരുന്നു. പാപം എവിടെ വ്യാപരിക്കുന്നെന്ന് പറഞ്ഞേ? നമ്മുടെ അവയവങ്ങളിൽ. കണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ രക്ഷ കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ആത്മാവിന്റെ രക്ഷ കിട്ടിയിട്ടുള്ളൂ. ശരീരം രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് ഇതിന്റെ അവയവ വ്യവസ്ഥിതികളിലേക്ക് പാപം ഇങ്ങനെ വ്യാപരിച്ചു കയറും. ആ പാപ വ്യാപാരത്തിന് തടയണയിടാൻ പറ്റുന്നതാണ് അഭിഷേക ജീവിതം എന്ന് പറയുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അഭിഷേകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്, ആത്മാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത്, ആത്മാവിന് നടത്തപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത് പാപവ്യാപാരത്തെ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്ത് പ്രാപിക്കുന്നതാണ്. സ്തോത്രം. അത് പ്രാപിച്ചോണം. നമ്മുടെ അവയവങ്ങളിലേക്ക് അരുതരുതാത്തത് കാണാൻ, കേൾക്കാൻ, പറയാൻ, തൊടാൻ, പിടിക്കാൻ, അരുതരുതാത്ത വഴികളിലൂടെ പോകാൻ ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേരണ ശക്തി, അതാണ് പാപവ്യാപാരം. കനത്ത ഒരു ചിന്ത ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ക്രമീകരിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ കയ്യിനോട് ദൈവമായ യഹോവ പറയുന്നത് പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു എന്ന്. പക്ഷേ പുതിയ നിയമ വിശ്വാസികളായി നമ്മോട് വചനം പറയുന്നു. പുതിയ നിയമത്തിൽ റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, പാപം എൻ്റെ അവയവങ്ങളിൽ വാസം ചെയ്യുന്നു. കയ്യിൻ്റെ കാലത്ത് പാപം വാതിക്കല കിടന്നത്, ഇപ്പോൾ അത് നമ്മുടെ അവയവങ്ങളിൽ വാസം ചെയ്യുന്നു. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മ അത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. അപ്പോൾ പാപം ഇപ്പോൾ എവിടെയാന്ന് പറ? നമ്മിൽ അധിവസിക്കുന്നു. നമ്മിൽ അധിവസിക്കും. അത് പാസ്റ്ററുടെയും വിശ്വാസിയുടെയും പാസ്റ്റാൻഡിയുടെയും ഒക്കെ ഉള്ളിൽ, രക്ഷിക്കപ്പെടാത്ത ശരീരം വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഉള്ളിൽ പാപം അധിവസിക്കുന്നുണ്ട്. പാപത്തിന്റെ അധിവാസം കണ്ടോ? ആ പാപത്തിന്റെ അധിവാസം നമ്മിലുള്ളത് കൊണ്ട് അതിങ്ങനെ അതിൻ്റെ ചൊൽപ്പടിക്ക് എഴുന്നേൽക്കാതെ അതിനെ ഫ്രീസ് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആത്മീയ ജീവിതം പ്രബലമായി മാറുന്നത്. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, പറയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് പാപം എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമുള്ളത്. എവിടെയാ? എൻ്റെ കൂടെ ഉണ്ടോ? ഉൽപ്പത്തി 4-ന്റെ 7-ലാണ് പാപം എന്ന പദം ആദ്യം വേദപുസ്തകത്തിൽ കാണുന്നത്. വെളിപ്പാട് 18-ന്റെ 5-ലാണ് പാപം എന്ന പദം വേദപുസ്തകത്തിൽ അവസാനമായി കാണുന്നത്. അപ്പം 4-ന്റെ 7 മുതൽ വെളിപ്പാട് 18-ന്റെ 5 വരെ പുസ്തകങ്ങളിലൂടെ പ്രയാണം ചെയ്താൽ 570 തവണ പറഞ്ഞിരിക്കുന്നൊരു പദമാണേത്? പാപം, പാപം, പാപം. ഉണ്ടോ? 570 തവണ. റോമാലേഖനത്തിൽ 55 പ്രാവശ്യമുണ്ട്. ലേവ്യ പുസ്തകത്തിൽ 32 പ്രാവശ്യമുണ്ട്. 150 സങ്കീർത്തനങ്ങളുടെ 27 പ്രാവശ്യം പാപം എന്ന പദമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ പഠനയാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 5 അധ്യായങ്ങളുള്ള 1 യോഹന്നാന്റെ ലേഖനത്തിൽ 27 പ്രാവശ്യം പാപം, പാപം, പാപം എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പാപവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളെ ആഴത്തിൽ പഠിക്കണം. ഈ പാപം നമ്മിലേക്ക് വ്യാപരിക്കാതിരിക്കാൻ. സഹോദരിമാർക്കും ആൻറ്റിമാർക്കും മമ്മിമാർക്കും സന്തോഷം വരുന്നൊരു കാര്യം പറയാം, കേൾക്കണോ?
നിങ്ങൾക്ക് സന്തോഷം വരുന്നൊരു കാര്യം പറയാൻ കേൾക്കണമെന്നാണ് ചോദിച്ചേ. കേൾക്കണം. നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന 2-3 പുസ്തകമുണ്ട് വേദപുസ്തകത്തിൽ. ഏതാ? സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം ഏതാ? എസ്തേറും രൂത്തും. ഉത്തമഗീതവും കൂടെ നിങ്ങൾക്ക് അങ്ങ് തരിക. അതിനകത്ത് മൊത്തം ശൂലേമിയാണല്ലോ. അപ്പോൾ ഈ 3 പുസ്തകവും സഹോദരിമാരുടെ കെയർ ഓഫിലുള്ള പുസ്തകമാണ്. രൂത്ത്, എസ്തേർ, ഉത്തമഗീതം. ഈ 3 പുസ്തകങ്ങളിലും പാപമെന്ന പദമില്ല. സന്തോഷമായോ? അപ്പോൾ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളിൽ എന്തോ ഇല്ല? പാപമെന്ന പദമില്ല. അങ്ങനെ അങ്ങ് സന്തോഷിക്കാൻ പറയട്ടെ, കുലുങ്ങിച്ചിരിക്കാൻ പറയട്ടെ. നിങ്ങളാ ഇത് ഒപ്പിച്ചു വെച്ചേ. ഈ പാപം എന്ന് പറയുന്ന പരിപാടി സംവിധാനം ചെയ്തത് നിങ്ങളാ. എന്നിട്ട് ഇവരുടെ പേരിലുള്ള പുസ്തകത്തിനകത്ത് എന്തോ ഇല്ല? പാപമെന്ന പദമില്ല. അതാണ് സംഭവം. പുതിയ നിയമത്തിൽ ഫിലിപ്പിയ ലേഖനത്തിലില്ല, 2 തെസ്സലോനിക്ക ലേഖനത്തിലില്ല, യൂദായുടെ ലേഖനത്തിലില്ല, ഫിലേമോന്റെ ലേഖനത്തിലില്ല. അങ്ങനെ കുറേ ലേഖനങ്ങളിൽ പാപമെന്ന പദമില്ല. പക്ഷേ ബാക്കിയുള്ള പുസ്തകങ്ങളിലെല്ലാം കൂടി 570 തവണ പാപമെന്ന പദം പറയുന്നുണ്ട്. 4-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് ഏറ്റവും പ്രബലം. നടുങ്ങുവിൻ. ബാക്കി പറ. പാപം ചെയ്യാതിരിപ്പിൻ. അതുകൊണ്ട് നമ്മോട് പറയുക ഇന്ന് രാത്രി, പാപവ്യാപാരത്തെ തടയണം. പാപത്തെ തടയാൻ കരുത്തുണ്ടോ അവനാണ് ആത്മീയൻ. അവസരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് പാപവുമായി മൂക്കുകുത്തി പോകരുത്, പാപവുമായി ഏകീഭവിക്കരുത്, പാപവുമായി സമവായത്തിലാകരുത്. പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ പറയാം, സമയമില്ലെങ്കിലും. പാപമെന്ന് പറഞ്ഞാൽ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 1. 2, സത്യദൈവത്തിൻ്റെ സനാതന പ്രമാണത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3, സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3 കാര്യങ്ങൾ കിട്ടിയോ? ആവർത്തിക്കാം 3 കാര്യം ഒന്നുകൂടെ. ഓൺലൈനിലുണ്ടല്ലോ മെസ്സേജ്, ഒന്നുകൂടെ കേൾക്കാൻ മനസ്സാകണം. ജനറൽ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുമ്പം ഓരോ പ്രസംഗവും പിന്നെ കേൾക്കണം. ഓക്കെ, 3 കാര്യം കേട്ടോണം. സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 2, ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 3, സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതെല്ലാം എന്തുവാ? പാപമാണ്. വ്യഭിചാരം, കൊലപാതകം, മോഷണം എന്നൊക്കെ പറഞ്ഞ് 5-6 നമ്മൾ ഫ്രെയിമിനകത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് പാപം എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഞാനീ പറഞ്ഞ 3 വിചാരങ്ങളെ ആഴത്തിൽ പഠിക്കണം. ഇതിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ആ പാപം നമ്മിലേക്ക് വ്യാപരിക്കരുത്. അപ്പം പാപം എന്നുള്ളതിന് റെഫറൻസ് കിട്ടി. 2-ാമത്തേതെന്ന് പറയുന്നത് സാത്താന്യ വ്യാപാരമാണ്. ശ്രദ്ധിക്കാം, സാത്താന്യ വ്യാപാരം. അതെവിടെയാണെന്നറിയാമോ? സാത്താന്യ വ്യാപാരം എന്നുള്ള വാക്യം 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യമാണ്. 2 തെസ്സലോനിക്ക ലേഖനം 2:9 പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? സകല വ്യാജത്തോടും സാത്താന്യ വ്യാപാരം സകലവിധ അടയാളങ്ങളോടും, വ്യാജ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വ്യാപരിക്കപ്പെടുമെന്നുള്ളത്. അപ്പം സാത്താന്യ വ്യാപാരം നമ്മുടെ ജഡശരീരത്തിൽ വരാതെ, നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. സമയമില്ല ഭാഗത്ത് നിന്ന് പറയാൻ. ഉപദേശി ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ ആളുകളും, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ നിൽക്കുന്ന പലർക്കും അബദ്ധം പറ്റുന്നത് സാത്താന്യ വ്യാപാരത്തിൻ്റെ ചില തോന്നലുകൾ കൊണ്ട്. ദാവീദ് അടക്കമുള്ളവർക്ക് അബദ്ധം പറ്റിയത്, സങ്കീർത്തനം കൊണ്ട് വിപ്ലവം, ആത്മീയ വിപ്ലവം ഉണ്ടാക്കിയ ദാവീദ് സാത്താൻ തോന്നിച്ചിട്ടാണ് ജനത്തെ എണ്ണി നോക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അത് അബദ്ധമായി മാറി. അങ്ങനെ പലർക്കും യേശുവിനോട് ക്രൂശീകരണം വേണ്ടെന്ന് പ്രബോധിപ്പിക്കാൻ പത്രോസിന് പ്രേരണ കൊടുത്തത് സാത്താനാണ്. അതുകൊണ്ട് കർത്താവ് പത്രോസിനോട് പറയുന്നു, സാത്താനെ നീ എന്റെ പുറകോട്ട് മാറാനാ പറയാ. പത്രോസെ നീ മാറാനല്ല പറയാ, സാത്താനെ. അപ്പൊ പത്രോസിൽ വ്യാപരിക്കുന്നത് സാത്താന്യ നിയോഗമാണ്. താങ്കൾ അകാരണമായി കോപിക്കുന്നുണ്ടോ? കോപത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? വ്യാജ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടോ? കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക് പോകുന്നുണ്ടോ? നിയമവിരുദ്ധമായിരിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അധാർമികതയും അനാത്മികതയും അസാൻമാർഗികതയും താങ്കളുടെ കൂടപ്പുറപ്പായി കൂടെയുണ്ടോ? അപ്പനെ അനുസരിക്കാതെ, അമ്മയെ അനുസരിക്കാതെ, മമ്മി മമ്മയുടെ പണി നോക്ക്, മമ്മി പപ്പയുടെ കാര്യം നോക്ക്, പാസയുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ കൈചുരുട്ടി ദൈവദാസനെതിരെ പ്രതികരിക്കാൻ താങ്കൾ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ ചില നിയോഗങ്ങളുണ്ടോ? അത് സാത്താന്യ വ്യാപാരമാണ്. അടിസ്ഥാനപരമായി ദൈവനിയോഗമല്ലത്, സാത്താന്യ നിയോഗമാണ്. നമ്മൾ ചിന്തിക്കുന്ന സാത്താന്യ വ്യാപാരം മുടിയടിച്ചിട്ട് ഉറഞ്ഞു തുള്ളുന്നത് മാത്രമാണെന്ന്. പക്ഷെ അങ്ങനൊന്നും ചെയ്യാതെ, പെർഫോമൻസ് ഒന്നുമില്ലാതെ സാത്താന്യ വ്യാപാരം നമ്മിൽ അറിയാതെ വന്ന് വ്യാപരിക്കും. അതിന് ചെറുത്ത് നിൽക്കുവാൻ അഭിഷേകം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പം 2 വ്യാപാരങ്ങളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനോട് ചെറുത്ത് നിൽക്കണം. ഈ ജനറൽ കൺവെൻഷൻ
കഴിയുമ്പോൾ ഒരു പുത്തൻ ആർജവത്വം ഉണ്ടാകണം. ചെറുത്തു നിൽക്കാനുള്ള ആർജവത്വം. വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ചിന്തകൾ. ഇനി നാം വ്യാപരിക്കേണ്ടതിന് അനുവദിക്കേണ്ട വ്യാപാരമുണ്ട്. മനസ്സിലായോ? രണ്ട് വ്യാപാരത്തോട് ചെറുത്ത് നിൽക്കണം. അടുത്ത രണ്ട് വ്യാപാരത്തെ ചേർത്ത് നിർത്തണം. കുഞ്ഞുങ്ങളടക്കം. ഞാൻ ഈ മുതിർന്നവരെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെയാണ്. എൻ്റെ മക്കളുടെ പ്രായമുള്ള, എൻ്റെ കുഞ്ഞനുജന്മാരുടെ പ്രായമുള്ള, കുഞ്ഞനുജത്തിമാരുടെ പ്രായമുള്ള യുവപ്രതിഭകളെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ സന്ദേശം നിങ്ങളോട് ആധികാരികമായി ഞാൻ പറയുന്നത്, മക്കളെ, രണ്ട് കാര്യത്തോട് ചേർത്ത് നിൽക്കണം. രണ്ട് കാര്യത്തെ ചേർത്ത് നിർത്തണം. ചേർത്ത് നിർത്തേണ്ട രണ്ട് കാര്യം ഏതാ? നമ്മൾ വ്യാപരിക്കേണ്ട രണ്ട് കാര്യം ഏതാ? അതിലൊന്നാമത്തെ കാര്യം കേട്ടോണേ. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. 1 തെസ്സലോനിക്ക 2:13. അവിടെ ആ വാക്യത്തിൽ 4 ക്രിയാപദങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോണം. ദൈവദാസന്മാർ ആ 4 ക്രിയാപദത്തെ നിങ്ങളുടെ ഇടവകയ്ക്ക് പഠിപ്പിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. 4 ക്രിയാപദങ്ങൾ. 1, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അപ്പോൾ വചനം എന്തോ ചെയ്യണം? പറ. വചനം എന്തോ ചെയ്യണം? കേൾക്കണം. 2, നിങ്ങളത് കൈക്കൊണ്ടു. അപ്പോൾ വചനം എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. 3, നിങ്ങൾ അത് വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ 3 കാര്യം ശ്രദ്ധിച്ച്. 1, വചനം എന്തോ ചെയ്യണം? കേൾക്കണം. 2, വചനം എന്തോ ചെയ്യണം? കൈക്കൊള്ളണം. 3, വചനം എന്തോ ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ കേട്ട വചനം, കൈക്കൊണ്ട വചനം, വിശ്വസിച്ച വചനം. വചനം കേൾക്കണം, കൈക്കൊള്ളണം, വിശ്വസിക്കണം. ഇത് 3ഉം അതിന്റെ തനിമയോടെ ചെയ്തു കഴിയുമ്പോൾ ആ വചനം നമ്മൾ വ്യാപരിക്കും. വചനം വ്യാപരിക്കണം. ഈ ദിവസങ്ങൾ ഇവിടെ മുഴങ്ങുന്ന വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കണം. ആ പ്രസംഗം അത്ര പോരായിരുന്നു, ഈ പ്രസംഗം അത്ര പോരാ, കഴിഞ്ഞ വർഷത്തെ അത്രയും പറ്റിയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്തു പോകാറുണ്ട്. ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ പ്രസംഗം, നാളത്തെ പ്രസംഗവും, അവസാനത്തെ പ്രസംഗവും, പകലത്തെ പ്രസംഗവും, രാത്രിയിലെ പ്രസംഗവും ഒക്കെ നമ്മളിങ്ങനെ താരതമ്യം ചെയ്ത് ഓരോ പ്രസംഗകരെ താരതമ്യം ചെയ്ത് പോകാറുണ്ട്. താരതമ്യം ചെയ്തതോടെ നമുക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് ഗുണമാകാൻ ഓരോ രാത്രികളിലും ഓരോ പകലുകളും ദൈവം തന്റെ ദാസന്മാരെ ദാസിമാരെ ഉപയോഗിച്ചത്. ആ വചനം നമ്മൾ കേൾക്കണം നിരുപാധികമായി. കേട്ടതിനെ നമ്മൾ കൈക്കൊള്ളണം, കൈക്കൊണ്ടതിനെ നമ്മൾ വിശ്വസിക്കണം. ഇത് 3ഉം അതിൻ്റെ ക്രമത്തിൽ നടന്നു കഴിയുമ്പോൾ ആ കേട്ട വചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കും. അത് വ്യാപരിക്കുമ്പോഴാണ് ശരീരകലകളിൽ സൗഖ്യമുണ്ടാകുന്നത്. അത് വ്യാപരിക്കുമ്പോഴാണ് ആത്മബോധമുണ്ടാകുന്നത്. അത് വ്യാപരിക്കുമ്പോഴാണ് പാപബോധമുണ്ടാകുന്നത്. അത് വ്യാപരിക്കുമ്പോഴാണ് നാഡീഞരമ്പുകൾ, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ ദൈവശക്തിയായിട്ട് അത് പെയ്തിറങ്ങുന്നത്. നീ ഒതുങ്ങിപ്പോയെന്ന് അവകാശപ്പെടുന്ന ശത്രുവിന്റെ മുൻപിൽ ഉപ്പൂറ്റി ഉറപ്പിച്ച് നിൽക്കുക. ത്രാണി ഉണ്ടാകുന്നത് വചനം അകത്ത് വ്യാപരിക്കുമ്പോഴാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവദാസന്മാരെല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മുടെ വചനം ജനഹൃദയങ്ങളിൽ വ്യാപരിക്കത്തക്ക നിലയിൽ അവരത് കേട്ടു, അവരെ കൈക്കൊണ്ടു, അവരെ വിശ്വസിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അബ്രഹാമിനോട് പറയുക, ദൈവം 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേ വരും, അപ്പൊ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. 3 പേരുണ്ട് അന്നേരം മുറ്റത്ത്. അവർ 3 പേരും കൂടെ അല്ല നിന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇതിലെ വരുമെന്നല്ല, ഞാൻ ഇതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. ആ ഞാൻ ഇതിൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളുമെന്നുള്ളത് പക്ക വചനമാണ്. കാരണം അതിനകത്തൊരു ഞാൻ കയറി എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ആ ഞാൻ ആരാന്നറിയാമോ? ഞാൻ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പുറപ്പെടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഞാനാണ്. ഞാൻ നിന്നെ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിനക്ക് സന്തതിയെ തരും. അങ്ങനെ പറഞ്ഞ വാചകത്തിനെല്ലാം കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു പ്രയോഗമാണ് ഞാൻ 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 ഞാൻ. അത് ശബ്ദമായി കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആ ശബ്ദം ആളത്വമായി തന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ആ പറഞ്ഞ വചനത്തെ അബ്രഹാം അങ്ങോട്ട് കേട്ടു. കേട്ടതിനെ അങ്ങ് കൈക്കൊണ്ടു, കൈക്കൊണ്ടതിനെ അങ്ങ് വിശ്വസിച്ചു. കൈക്കൊള്ളാനും വിശ്വസിക്കാനും തന്റെ പ്രായം തടസ്സമായില്ല. തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും തടസ്സമായില്ല. അതാ വചനം കേട്ടാൽ അങ്ങനെ അങ്ങ് കൈക്കൊള്ളണം. വചനം കേട്ടാൽ അങ്ങനെ വിശ്വസിക്കണം. പാസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എന്റെ പ്രായം എത്ര എന്നറിയാമോ? പാസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എന്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ എന്താണെന്നറിയാമോ? കേട്ട വചനത്തോട് പ്രതികരിക്കാൻ നിന്റെ ശാരീരിക അവസ്ഥ നീ നോക്കണ്ടെന്ന്. കാലപ്പഴക്കം നോക്കണ്ട, രോഗത്തിന്റെ തുടക്കം നീ നോക്കണ്ട, ഡോക്ടറെ കൈവിട്ടത് നീ നോക്കണ്ട. കേട്ട വചനം അങ്ങനെ തന്നെ കൈക്കൊള്ളാൻ പറ്റിയാൽ, അതിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റിയാൽ, അത് നിന്റെ ശരീര കലകളിൽ ഒരു വലിയ വിടുതൽ ചെയ്തെടുക്കാൻ ഇടയാകും. ഇന്ന് രാത്രി അങ്ങനെ വിടുതലോടെ എഴുന്നേക്കണം. യെസ്, സുവിശേഷത്തിന്റെ ഏടുകളിൽ യേശു പറഞ്ഞു, കിടക്ക എടുത്ത് നടക്ക. അത് വചനമാണ്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തോടെ പോകാം, വചനമാ. സമാധാനത്തോട് പോകാം, ഇത് വചനമാ. അത് കേട്ടു, കൈക്കൊണ്ടു, വിശ്വസിച്ചു, അത് അവനിൽ ശക്തിയായി വ്യാപരിച്ചു.
കിടക്ക ചുരുട്ടി ദേ വീട്ടിലോട്ട് പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? വചനം കേൾക്കുന്നവന് സൗഖ്യം കിട്ടണം. ഞങ്ങൾ ഈ വേദിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന് നിങ്ങളുടെ തലയിലൊന്നും തൊടേണ്ട കാര്യമില്ല. ഞങ്ങൾ ടർക്കിയും വീശി നിങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്നങ്ങോട്ട് പറയുന്ന വചനത്തെ അങ്ങനെ തന്നെ അങ്ങോട്ട് കേട്ട് അതിനെ കൈക്കൊണ്ട് അതിനെ അങ്ങോട്ട് വിശ്വസിക്കാനിടയായാൽ അതങ്ങോട്ട് വ്യാപരിക്കും. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഇന്ന് രാത്രിയിൽ അങ്ങനെ വ്യാപരിക്കുന്ന ദൈവശക്തിയുമായി വചനത്തിന്റെ വ്യാപനവുമായി വേണം മടങ്ങാൻ. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. വചനം ശക്തിയോടെ ശരീരകലകളിൽ വ്യാപരിക്കട്ടെ. കാലപ്പഴക്കമുള്ള ചില രോഗപീഠങ്ങൾ പാടിയിറങ്ങട്ടെ. ജീസസ്, ഹല്ലേലൂയ. ഇനി നമ്മൾ വ്യാപരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാൻ നേരമില്ല. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി ഏതാണെന്നറിയാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എൻ്റെ സന്ദേശത്തിന് ഞാൻ കൺക്ലൂഷൻ ചെയ്യുകയാണ്. നമ്മൾ വ്യാപരിക്കേണ്ടത് വചനമാണ്. വ്യാപരിക്കരുതാത്തത് പാപമാ, വ്യാപരിക്കരുതാത്തത് പിശാചിന്റെ വ്യാപാരമാണ്. പക്ഷെ വ്യാപരിക്കേണ്ടത് വചനമാ. രണ്ടാമത് നമ്മൾ വ്യാപരിക്കേണ്ടത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? അറിയണം. ആ വാക്യത്തിന് സ്വോത്രം പറഞ്ഞില്ലല്ലോ. എഫെസ്യ ലേഖനം 1:19 കേട്ടോ, പുറകിലൊക്കെ കേട്ടോ. എഫെസ്യ ലേഖനം 1:19 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന. അപ്പം നോക്കിക്കോണം, നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ എന്തോ ചെയ്യും? പോരാടിക്കൊണ്ട് അധ്വാനിക്കും. അപ്പൊ നമ്മൾ വ്യാപരിക്കേണ്ടത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അതങ്ങനെ പറഞ്ഞപ്പം പൗലോസിന് ഒരു സംശയം. കർത്താവേ, ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി എന്നൊക്കെ പറഞ്ഞു. ഞാനതങ്ങ് എഴുതാൻ പോവുക. പക്ഷേ എനിക്കായിട്ടൊരു ക്ലൂ തരാമോ? അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർ എന്നാ ചോദിച്ചാലും ക്ലൂ ചോദിക്കുമല്ലോ അല്ലേ? അങ്ങനെ ഒരു ക്ലൂ തരാമോ എന്ന് ചോദിക്കുന്നു. നീ എവിടെ മോനെ താമസിക്കുന്നത്? അങ്ങനെ ഒരു ക്ലൂ തരാമോ? എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് എന്താ വേണം? ക്ലൂ വേണമെന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്ലൂ തരാമോ എന്ന് പൗലോസ് ചോദിച്ച ചോദ്യത്തിന് ഒരു ക്ലൂ കൊടുത്തത് അത് ഗംഭീരമാണ്. ആകതാര് കുളിർമയുണ്ടാക്കുന്നൊരു ക്ലൂ കർത്താവ് കൊടുത്തത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വ്യാപാര ശക്തി തരാം. കർത്താവ് കൊടുത്ത ആലോചനയാണ്. അതങ്ങോട്ട് എഴുതി വെച്ചിട്ട് ചോദിച്ചു പൗലോസ്, കർത്താവേ, ആ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചൊരു ക്ലൂ തരാമോ? ആ ക്ലൂ ആണ് 20-ാം വാക്യം. എന്താ 20-ാം വാക്യം? ദ എക്സീഡിംഗ് ഗ്രേറ്റ് പവർ. ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദ എക്സീഡിംഗ് ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതാണ് അതിന്റെ ക്ലൂ. നിങ്ങൾ വ്യാപരിപ്പിക്കാമെന്ന് ഞാൻ പറയുന്ന ഈ ശക്തി ഉണ്ടല്ലോ, പൗലോസിനെ കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുക. ഞാൻ നിന്നിൽ വ്യാപരിപ്പിക്കാമെന്ന് പറഞ്ഞ ഈ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയുടെ ക്ലൂ അല്ലേ നീ ചോദിച്ചത്? അതിന്റെ പെർഫോമൻസ് അല്ലേ നീ ചോദിച്ചത്? അതങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പറയുക, ആ ശക്തിയാ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. ആ ശക്തി നമുക്ക് തരാമെന്നാണ് പറഞ്ഞത്. ആ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ആ വ്യാപാര ശക്തി കൊത്തവണ്ണം നമ്മൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയ ശക്തി. ആ വാക്യത്തിനകത്തൊരു പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കോറിയിടട്ടെ. ആ വാക്യത്തിന് ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് പറയുന്നതിന് 2 ആശയമുണ്ട്, 2 വ്യാഖ്യാന മുഖമുണ്ട്. അതുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒന്നാമത്തേത്, ആ പദം എനിക്കിഷ്ടമാണ്. ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ജീവിതത്തെ ഒന്ന് സൂക്ഷ്മവീക്ഷണം ചെയ്താൽ അറിയാം, നമ്മൾ ഏതാണ്ടിനൊക്കെ ഇടയിലാണ് കിടക്കുന്നത്. ഇപ്പോഴും മുൻപോട്ട് തന്നെ പൊക്കത്തിൽ എന്ന് പറയുന്ന ചില പ്രതിസന്ധികളുടെ ഇടയിലാണ് കിടക്കുന്നത്. 2022 ഇത് മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ 23 20-ാമത്തെ ദിവസമായിട്ടും അത് മാറിയിട്ടില്ല. ഇന്ന് രാത്രി കേട്ടോണം, ഈ വാഗ്ദത്ത ദൂത് നിന്നെ ഞെരുക്കുന്ന, അസഹ്യപ്പെടുത്തുന്ന, നിന്നെ ശ്വാസം മുട്ടിക്കുന്ന, നിന്നെ ആക്ഷേപിക്കുന്ന, അസൂയവഹമായി നോക്കിക്കണ്ട് നിന്റെ യാത്രകളെ മുടക്കുന്ന, നീ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നിന്നെ ഒതുക്കുന്ന ചില ശക്തികളുടെ ഇടയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണിത്. അതിനിടയിൽ നിന്ന്, പോരുകളുടെ ഇടയിൽ നിന്ന്, പോരാട്ടങ്ങളുടെ ഇടയിൽ നിന്ന്, വെറുതെ നിന്നെ ദ്രോഹിക്കുന്ന, വെറുതെ വേണ്ടാതീനം പറയുന്ന, ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന, ആപഹസിക്കുന്ന ചിലരുടെ ഇടയിൽ നിന്ന്, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ തലയ്ക്ക് മീതെ കൂടെ നിന്നെ കൊണ്ടുവന്ന് നിന്നെ വേദിയിൽ നിർത്താൻ കഴിയുന്ന, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി
ചിലതിനിടയിൽ നിന്ന് നമ്മെ പൊക്കും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതിന് വേറൊരു ഭാഷയും കൊണ്ട് നമ്മുടെ ചില ലേബലുണ്ടല്ലോ, അത് കർത്താവ് അങ്ങ് മാറ്റും. ചിലതിനിടയിൽ നമ്മളെ പൊക്കിക്കഴിഞ്ഞാൽ ആ ലേബലും കൂടെ അങ്ങ് മാറുകയാണ്. കർത്താവിന്റെ ദാസൻ എങ്ങനുണ്ട്? ഞങ്ങളുടെ പാസ്റ്റ് കൊള്ളാം, പക്ഷെ എന്നാ ചെയ്യാനാ? ഷുഗറാ. പാസ്റ്ററിന്റെ ഒരു ലേബലാ ഷുഗറാന്ന്. ആന്റി എങ്ങനുണ്ട്? ആന്റി കുഴപ്പമൊന്നുമില്ല, നല്ല പ്രാർത്ഥനയൊക്കെയാ, പക്ഷെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡാണ്. അതൊരു ലേബലാ. കരളിന് വീക്കമാണ്, സന്ധിക്ക് വേദനയാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ എല്ലാ യോഗത്തിനും ഒന്നും വരാൻ പറ്റത്തില്ല. അപ്പം നമ്മളായിട്ട് ചാർത്തിയ ഒരു ലേബലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കരളിന് വീക്കമാണ്. ഒരു സർജറി കഴിഞ്ഞതാ, ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കാണെന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നൊക്കെ നമുക്കൊരു ലേബലുണ്ട്. രാത്രി മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിന്നെ ചിലതിനിടയിൽ നിന്ന് കർത്താവ് പൊക്കിയാൽ ആ ലേബൽ അങ്ങ് മാറും. നീ രോഗിയാണെന്നുള്ള ലേബൽ മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വചനം അങ്ങോട്ട് വ്യാപരിച്ചാൽ ആ ലേബൽ അങ്ങ് മാറ്റും കർത്താവ്. ആ ലേബൽ കർത്താവ് മാറ്റിയാൽ ഈ വചന വ്യാപാരത്തിന്റെ, ദൈവശക്തിയുടെ വ്യാപാരത്തിന്റെ, come on praise the Lord, hallelujah. ഒരു കാര്യം കൂടെ അടുത്ത ഒരു പാട്ടിന് തയ്യാറാക്കിയോ? ഞാൻ ഒരു ആശയം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊയർ സജ്ജമാകട്ടെ. അതിനു മുമ്പ് ഒരു ആശയം കൂടെ നിങ്ങൾ കേൾക്കണം. ഇതിനിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലേബല് മാറ്റും കർത്താവ്. ചിലരോട് പറയാൻ ദൈവാത്മാവ് ശക്തമായി എന്നെ നിർബന്ധിക്കുന്നു. വളരെ കാര്യമായിട്ടാണ് നീ താമസിക്കുന്ന പലയിടത്തും. പക്ഷെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, അയ്യോ അത് സ്വന്തം വീടല്ല, അവർ വാടകയ്ക്കാണെന്ന്. നിന്റെ ലേബല് വാടകക്കാരനെന്ന്. 23 ആ ലേബല് മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? 23 വർഷം കോട്ടയത്തും അതിൻ്റെ പരിസരത്തും കൊട്ടാരക്കരയിലും അങ്ങ് നെയ്യാറ്റിൻകരയിലുമൊക്കെ വാടകയ്ക്ക് താമസിച്ച ഒരു ഉപദേശിയാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവൾ ആൻസി എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. വാടകയ്ക്ക് ഞങ്ങൾ പാർത്തെടുത്തൊക്കെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ അമ്മച്ചി ഉണ്ടായിരുന്നു. 23 വർഷം ചങ്ക് തല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു, മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചു. താവേ വാടകക്കാരൻ എബി എബ്രഹാം എന്ന ലേബലൊന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. കോട്ടയത്ത് തന്നെ കർത്താവ് എന്നെ ഉറപ്പിച്ചു. സ്വന്തമായിട്ട് കർത്താവ് മണ്ണ് തന്നു, അതിനകത്തൊരു വീട് തന്നു, അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും തന്നു. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ലേബല് മാറ്റുന്നൊരു ശക്തി നമ്മിൽ വ്യാപരിക്കുകയും, രോഗി എന്ന ലേബല്, കടക്കാരൻ എന്ന ലേബല്, പൊറുതിമുട്ടി നിൽക്കുന്നൊരു വ്യക്തിയെ സാമ്പത്തിക ബാധ്യത കൊണ്ട് ഈ ലേബലുകളെ കർത്താവ് 8ആയിട്ട് മടക്കി ചുരുട്ടിക്കളഞ്ഞിട്ട് നിന്നെ സ്വതന്ത്രമാക്കും. ഈ ദിവസങ്ങളിൽ 2023 ആണ്ട് അതിനുവേണ്ടിയുള്ള ആണ്ടാണെന്ന് വിശ്വസിച്ചു. 22 കിട്ടുമെന്ന് കരുതിയ പലതും ലഭിക്കപ്പെടാതെ പോയി. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. യെസ്, നമ്മുടെ പ്രത്യാശയെ ഒന്ന് തൊട്ടുണർത്തി ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു. നമ്മളെ പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കും എന്നതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പുനരാഗമനത്തിൻ നാളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഭക്തഗണങ്ങൾ പ്രിയപ്പെട്ടവരെ ഉയർപ്പിച്ചു കൊണ്ടുവരും ഈ ശക്തി. അതാണ് ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം. നമ്മളൊരു പക്ഷെ പുനരാഗമനത്തിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ നമ്മളെയും ഉയർപ്പിച്ചു കൊണ്ടുവരും. മണ്ണിന് പിടിച്ചു വെക്കാൻ കഴിയില്ല, പാതാള ഗോപുരങ്ങൾക്ക് അമർത്തി വെക്കാൻ പറ്റില്ല. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മക്കാരും കൂടെ പണിത് വെച്ച കല്ലറ, കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി എന്നിവ കൊണ്ട് അമർത്തി വെച്ച കല്ലറയ്ക്ക് നമ്മളെ ഒതുക്കാൻ കഴിയില്ല. എടുത്തു മാറ്റി നമ്മൾ പുറത്തു വരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ബേബി സാറ് തൻ്റെ പിതാവിനെ കുറിച്ചും വല്യപ്പച്ചനെ കുറിച്ചും പറഞ്ഞപ്പോൾ തൻ്റെ കണ്ടമിടറിയില്ലേ? നമ്മൾ കാണും, പ്രായമുള്ള ഒരു അപ്പച്ചനായിട്ടല്ല, അമർത്യതയുടെ നവയൗവനം പ്രാപിച്ച് നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു അനുഗ്രഹിതമായ അവസ്ഥയിൽ നമ്മൾ കാണും. അത് എങ്ങനെയാ സാധ്യമാകുന്നതെന്നറിയാമോ? നമ്മൾ വ്യാപരിപ്പിച്ചിരിക്കുന്ന ദൈവശക്തിയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനൊരു ശക്തിയാണ് കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യാപാര ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിനൊത്തവണ്ണം
പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. ഈ പോരാട്ടം ത്രിതലങ്ങള്, ജഡത്തോട്, ലോകത്തോട്, പിശാചിനോട്. ഈ 3 മണ്ഡലങ്ങളിലുള്ള പോരാട്ടത്തെ ജയിച്ച് ജയാളിയായി നാം നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവാകും. ആ വരവെങ്കിൽ നാം അവനോടൊപ്പം സമാഗമിക്കും. കുഴി തുറന്ന് എല്ലാവിധമായിരിക്കുന്ന പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് നമ്മൾ ഉയർത്തു വരിക തന്നെ ചെയ്യും. അതല്ല